الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നല്ലവരായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ചർച്ചകളിലൂടെ കടന്നു വരാൻ പോവുകയാണ്. പ്രിയപ്പെട്ട ജിഷാൻ മാഹിയും മുഹമ്മദ് യാമന്തളിയും ഒക്കെ അടക്കമുള്ള ആളുകളൊക്കെ ക്ലാസ് റൂമിൽ എത്തിച്ചേരും എന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന മഹിതമായ സംഘടന കേരളക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചതിന്റെ സാഹചര്യങ്ങളൊക്കെ നിരവധി തവണ നമ്മളിവിടെ ചർച്ച ചെയ്തതാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ തീരുമാനങ്ങൾ, അതിന്റെ മുശാവറ യോഗത്തിലെ ചർച്ചകൾ 1926 മുതൽ 2015 ഇന്ന് വരെ ആയിരക്കണക്കിന് മുശാവറ യോഗങ്ങൾ ചേർന്നിട്ടുണ്ട്. മുശാവറ എന്ന് പറഞ്ഞാൽ കൂടിയാലോചന സമിതിയാണ്. അവിടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരിൽ ആരെങ്കിലും ഒരാൾ അതുമായി ബന്ധപ്പെട്ട് സംസാരങ്ങളിൽ പൊതുജനങ്ങളെ അറിയിക്കും, അല്ലെങ്കിൽ പല വേദികളിലും വെച്ച് പൊതുജനങ്ങളെ അത് ബോധ്യപ്പെടുത്തും. ലേഖനങ്ങളിലൂടെയും മറ്റുമൊക്കെ ആളുകളെ അത് അറിയിക്കാനുള്ള സാഹചര്യവും ഉണ്ടാക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രഭാഷണങ്ങളിലും ആവശ്യാനുസരണം ആളുകളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇപ്പോ ചില ആളുകൾ സമസ്തയുടെ പേര് പറഞ്ഞുകൊണ്ട് വ്യാജമുണ്ടാക്കിയ ആളുകൾ വ്യാജ മുശാവറയുടെ തീരുമാനങ്ങൾ, അവരെടുത്ത തീരുമാനം, അതിന്റെ സംഘടനയുടെ ആ മുശാവറയുടെ 2 സെക്രട്ടറിമാർ, അവരുടെ ശിഷ്യഗണങ്ങളും അനുയായികളുമായ മറ്റു നേതാക്കന്മാർ പല വേദികളിലും ആവർത്തിച്ച് പറഞ്ഞിട്ടും അവർക്കിടയിൽ അവരുടെ പ്രഭാഷകർക്കിടയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഔദ്യോഗിക മാധ്യമങ്ങളിലൂടെ പുറത്താക്കിയതാക്കി അറിയിച്ച ആളുകളിലെ 1-2 കുട്ടികൾ എവിടെയോ പ്രഭാഷണം നടത്തി എന്നതിന്റെ പേരിൽ മുശാവറ വിളിച്ചു ചേർക്കുകയും അത് പൊതുജനങ്ങളെ അറിയിക്കുന്നതിന്
ബൈലക്സ് മെസഞ്ചർ സംവിധാനമൊക്കെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനം സത്യത്തിൽ പറഞ്ഞാൽ അവരെ മുഷാവറ എന്ന് പറഞ്ഞാൽ ഒരു ബൈലക്സ് മുഷാവറ തന്നെ ഉള്ളൂ. ഇപ്പൊ നമ്മളെ ആളുകളൊക്കെ ഇതിന്റെ അഡ്മിന്മാർ കൂടുന്ന അത്ര തന്നെ ഉള്ളൂ കാര്യങ്ങളൊക്കെ. എന്നിരുന്നാലും അല്ലേ, ഒരുതരം ക്ലിപ്പാവറ എന്ന് പറയാം. ചുരുക്കി പറഞ്ഞ മുഷാവറയുടെ ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ കേൾപ്പിച്ചു കൊടുക്കേണ്ട ഗതികേട് എന്ന് പറഞ്ഞാൽ ഇതൊരു മുഷാവറയല്ല, ഒരുതരം ക്ലിപ്പാവറയാണ് എന്നാണ് നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അതിന്റെ നിലവാരത്തെക്കുറിച്ച് സംസാരിക്കുക എന്നതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിലവാരം ഉള്ളതാണെങ്കിലല്ലേ നിലവാരത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ. നിലവാരം അശേഷം ഇല്ല എന്നതുകൊണ്ട് ആ വാരത്തെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. അതിലേക്ക് അവരെ നയിച്ച ഗതികേടിനെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് നടന്ന ഗൂഢാലോചനയെക്കുറിച്ചും അതിനുശേഷമുണ്ടായ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടായ മറ്റു കോലാഹലങ്ങളെക്കുറിച്ചുമാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ഇതിനൊക്കെ ഒരു തുടക്കമുണ്ട്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു തആല സറഹുൽ അസീസ്, അതുപോലെ തന്നെ ശംസുൽ ഉലമായി ഇ.കെ. ഉസ്താദ് ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് തുടങ്ങിയ മഹാന്മാരായ ആളുകളൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം കൊടുത്തിരുന്ന കാലഘട്ടത്തിൽ അവര് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ നയിക്കുന്നത് വളരെ മോശമായ രൂപത്തിലാണ് എന്നും പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ പുതിയ ക്ലിപ്പ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കേട്ടിട്ടുണ്ടാകും അല്ലേ? ഇല്ലെങ്കിൽ ഒന്ന് കേൾപ്പിക്കണം. ഇസ്തിഖാമ ആരെങ്കിലും ബന്ധപ്പെട്ട ആളുകൾ, പ്രിയപ്പെട്ട മിസ്ബാഹി ഉസ്താദോ അല്ലെങ്കിൽ ആരെങ്കിലും ഉള്ള ആളുകൾ ഒന്ന് കേൾപ്പിക്കണം. അതിൽ പറയുന്ന ഒരു ആരോപണമുണ്ട്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പിന്നെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയോട് പറയുന്നു പോലും, ആദ്യം പറഞ്ഞു നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രസംഗിക്കുന്നതൊക്കെ വളരെ ഉഷാറാണ്, നിങ്ങൾ വലിയ കുട്ടിയാണ്, ഭയങ്കര സംഭവമാണ്, ആനയാണ് ചേനയാണ് എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. ഭയങ്കരല്ലേ മൂപ്പർ മാത്രം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രസംഗിക്കണത്. അതിനുശേഷം പിന്നെ ശംസുൽ ഉലമ പറഞ്ഞിട്ടേ ഇയാൾ പിന്നെ വഹാബികൾക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, വഹാബികൾക്കെതിരാണ് ഇയാൾ സംസാരിക്കുന്നത്, വഹാബികൾക്കെതിരെ തെളിവുണ്ടാക്കി നടക്കുകയാണ്. എന്താ 8 ആയാൽ എന്താ, 20 ആയാൽ എന്താ, 20 ആയാൽ എന്താ, തറാവി 8 ആയാൽ എന്താ, ഈ രൂപത്തിലൊക്കെ ശംസുൽ ഉലമ ചോദിച്ചുകൊണ്ട് ശംസുൽ ഉലമ സുന്നത്ത് ജമാഅത്തിന്റെ പാതയിൽ നിന്ന് മാറി സഞ്ചരിച്ചിരുന്നു എന്ന് പറയുന്ന അല്ലേ എന്ന് പറയുന്ന ഒരു ഭാഗം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് റൈസാൻഡ് ചെയ്ത ആളുകളെ കേൾപ്പിക്കണം. ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. മഹാനായ ശംസുൽ ഉലമായി ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് എന്ന് പറയുന്ന മഹാനായ നമ്മുടെ എക്കാലത്തെയും നേതാവിനെ കുറിച്ചാണ് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഷെരീഫ് 82 എന്ന ഐഡിയുള്ള പ്രിയപ്പെട്ട സുഹൃത്തുണ്ടെങ്കിൽ റൈസാൻഡ് ചെയ്യണം, ആ ഭാഗം ഒന്ന് കേൾപ്പിക്കണം. എന്നിട്ട് അതിനുശേഷം മഹാനായ ശംസുൽ ഉലമയുടെ വളരെ വ്യക്തമായ ഒരു കറാമത്ത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് മനസ്സിലാക്കി തന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ചർച്ച ആരംഭിക്കാം. ഉണ്ടോ? ഷരീഫെത്തിയോ? അമീർ സാഹിബ് വേറെ ആരും കയ്യിലുള്ളത്? എല്ലാവരും കയ്യിലുണ്ടാവുമല്ലോ അത്. എന്നാ റൈസാൻഡ് ചെയ്യട്ടെ, ഇല്ലാതെ റൈസാൻഡ് ചെയ്യും. അത് കേൾപ്പിച്ചുകൊണ്ട് തുടങ്ങാം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതുപോലെ ബഹുമാനപ്പെട്ട എല്ലാവരും മൊബൈലിൽ ഇതുപോലെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഈ ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് തങ്ങൾക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഈ വിഭാഗം ഇവിടെ പറഞ്ഞിട്ടുണ്ട്.
എന്തെല്ലാം ആരോപണങ്ങൾ സമസ്തയുടെ നേതാക്കന്മാർക്കെതിരെ ഇവർ പറഞ്ഞിട്ടുണ്ടോ, ആ ആരോപണങ്ങൾ, അവർ ഉന്നയിച്ച ആരോപണങ്ങൾ, കെട്ടിയുണ്ടാക്കിയ ആരോപണങ്ങൾ നേർക്കുനേർ പ്രവർത്തിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ അടുത്ത കാലഘട്ടത്ത് കാണുകയും ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അല്ലാഹു നൽകിയ വലിയൊരു തൗഫീഖാണ്. രാഷ്ട്രീയക്കാരെ സമസ്തയുടെ വേദികൾക്ക് മുമ്പിലിരുത്തുന്നു എന്ന് പറഞ്ഞ ആളുകൾ, രാഷ്ട്രീയക്കാരെ നമ്മുടെ സമ്മേളന വേദികളിൽ കയറ്റുന്നു എന്ന് പറഞ്ഞ ആളുകൾ, ഒരു സമുദായ രാഷ്ട്രീയത്തിലെ അംഗങ്ങളായിരുന്ന, എന്നാൽ അതിനേക്കാൾ ഉപരി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കും സുന്നത്ത് ജമാഅത്തിനും നേതൃത്വം നൽകിയിരുന്ന മഹാന്മാരായ സയ്യിദന്മാരെ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞിരുന്ന വാക്കുകളാണത്. വളരെ മോശമായ രൂപത്തിൽ ചിത്രീകരിച്ചിരുന്ന ആളുകൾ അവസാനം കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മുക്കിലോ ഒരു മൂലയിലോ ഉള്ള മുഴുവൻ രാഷ്ട്രീയക്കാരെയും തങ്ങളുടെ വേദികളിൽ കൊണ്ടുവന്ന് പ്രത്യക്ഷപ്പെടുത്തുകയും മുൻനിരയിലിരുത്തുകയും ആരെയൊക്കെയാണോ ആക്ഷേപിച്ചിരുന്നത്, ഏതൊക്കെ സംഘടനകളെയാണോ ആക്ഷേപിച്ചിരുന്നത് അവരെ കൊണ്ടൊക്കെ തറക്കല്ലടിപ്പിക്കുകയും ചെയ്തത് അടുത്ത കാലഘട്ടത്തെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊക്കെ നേർക്കുനേർ കാണാൻ കഴിഞ്ഞു. അത് വല്ലാത്ത ഒരു തൗഫീഖ് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് അവരുടെ വിശദീകരണം അത് ഉള്ളാൾ കുഞ്ഞിക്കോയ തങ്ങളെ കറാമത്താണെന്നാണ്. ഞങ്ങൾ ആദ്യം ലീഗിനെ എതിർത്തില്ലേ, പിന്നെ ഞങ്ങൾ ലീഗിന്റെ പിന്നാലെ പോയില്ലേ, അത് ഉള്ളാൾ കുഞ്ഞിക്കോയ തങ്ങളെ കറാമത്ത് അത്രയാണ്. അങ്ങനെ പലതും ഏത് നേതാക്കന്മാരെയാണോ ഏത് കുടുംബത്തെയാണോ ആക്ഷേപിച്ചിരുന്നവർ ഇന്ന് ആ കുടുംബത്തിന്റെ പേരിലൊക്കെ ചെറിയ കട്ടുകളും പേസ്റ്റുകളും ഒക്കെയായി പല പുതിയ തന്ത്രങ്ങളുമായി ഒക്കെ രംഗത്ത് വന്നുകൊണ്ടിരിക്കാം. ഇപ്പൊ ബഹുമാനപ്പെട്ട മുനവ്വർ അലി ശിഹാബ് തങ്ങളെ കുറിച്ച് ഒരു ചെറിയ ഒരു ഭാഗം ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ പേരിൽ ഇവർ തന്നെ കള്ള സൈറ്റുകൾ വരെ ഉണ്ടാക്കി അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുനവ്വർ അലി ശിഹാബ് തങ്ങളുമായി വളരെ നേരം മഹാനവറുകൾക്ക് ഇന്ന് ചൊവ്വാഴ്ച ദിവസമായിട്ട് പോലും, വളരെ തിരക്കുകളുള്ള ദിവസമായിട്ട് പോലും ഇതൊരു സംബന്ധിയായി ഞാൻ കുറച്ചു നേരം സംസാരിച്ചു മൂപ്പരോട്. മൂപ്പര പേരിൽ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് സുന്നി ഐക്യം, എന്ത് വില കൊടുത്തും സുന്നികൾക്കിടയിൽ ഐക്യം ഉണ്ടാക്കണം. മുനവ്വർ അലി ശിഹാബ് തങ്ങള് ആ ഭാഗം അങ്ങനെ എന്ത് വില കൊടുത്തും സുന്നികൾക്കിടയിൽ അഭിപ്രായം ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം മുനവ്വർ അലി ശിഹാബ് തങ്ങൾ എവിടെയും കൊടുത്തിട്ടില്ല. പൊതുവിഷയത്തിൽ മുസ്ലിങ്ങൾ ഒന്നിക്കണം. മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ ആ ഭാഷ ഉൾക്കൊള്ളാൻ തയ്യാറുള്ള ആളുകൾ കാലാകാലങ്ങളായി ഇവിടുത്തെ മുസ്ലിം ഉമ്മത്ത് മൊത്തം പറയുന്ന കാര്യമാണത്. എന്ത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നോ അംഗീകരിച്ച കാര്യമാണത്. പൊതുവിഷയങ്ങളിൽ മുസ്ലിങ്ങൾ ഒന്നിക്കണം, പൊതുവിഷയങ്ങളിൽ സമൂഹം ഒന്നിക്കണം. ഈ ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതില് മഹാനായ മുനവ്വർ അലി ശിഹാബ് തങ്ങള് അദ്ദേഹം അതിൽ പറയുന്ന ഭാഗം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ബാക്കിയൊന്ന് വായിച്ചു നോക്കാണ്. ഇവര് മുറിച്ചുവിട്ട ക്ലിപ്പുകളല്ലാതെ അതിൽ പറയുന്ന ബാക്കി ചില ഭാഗങ്ങളുണ്ട്. ആ ഭാഗത്തിൽ വളരെ വ്യക്തമായിട്ട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ തന്നെ പറയുന്നത് ഇവര് തന്നെ പുറത്തുവിട്ട മറ്റു പല ക്ലിപ്പുകളിലും നമുക്ക് കാണാൻ കഴിഞ്ഞല്ലോ, മറ്റു പല പോസ്റ്ററുകളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്തായിരുന്നു അത്? മുനവ്വർ അലി ശിഹാബ് തങ്ങൾ പറയാം, പിന്നെ ഇവിടുത്തെ മുസ്ലിങ്ങൾ മാത്രം, ഇവര് മാത്രമല്ല, ഇവരിപ്പോ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി ഇവർ അയച്ചിരുന്ന പല കാര്യങ്ങളും അവർ തന്നെ പുറത്തുവിട്ടതായി ബന്ധപ്പെട്ട അവരുടെ മറ്റ് കുറച്ചും കൂടി വിശദമായ കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോ അതിൽ തന്നെ അവർ പറയുന്നുണ്ട്, ഇതില് സുന്നികൾ മാത്രം യോജിച്ചാൽ പോരാ, പിന്നെ ആരൊക്കെ യോജിക്കണം? ഇവിടുത്തെ മുജാഹിദീങ്ങൾ യോജിക്കണം, അതുപോലെ തന്നെ മറ്റുള്ള ജമാഅത്തേർ യോജിക്കണം, ഇവിടുത്തെ തബ്ലീഗർ യോജിക്കണം, എല്ലാവരും യോജിക്കണം. ആ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അതാ ഞങ്ങളെ ചോദ്യം. മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഇവര് തന്നെ പുറത്തുവിട്ട ആ ഒരു വാക്കിന്റെ ഇവരുടെ പിന്നെ ആ ഫേസ്ബുക്കിൽ, ഇവര് ഏത് ഫേസ്ബുക്കിൽ നിന്നാണോ ഇതെടുത്തു വിട്ടിട്ടുള്ളത് അതേ ബുക്കിൽ ഇവര് ഒരു കള്ളത്തരത്തിൽ ബഹുമാനപ്പെട്ട മുനവ്വർ അലി ശിഹാബ് തങ്ങളെ പേരിലുണ്ടാക്കിയ ഒരു പിന്നെ ഒരു സൈറ്റ് ഉണ്ട്. അതിൽ ഇവർ കൊടുത്ത നേതാക്കൾ ഒന്നിച്ചു നിന്നാൽ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോകാൻ കഴിയും. ഭിന്നതകൾക്കുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കെ തന്നെ പൊതുവായ വിഷയങ്ങളിൽ ഒന്നിച്ചു നീങ്ങുന്ന രീതി കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽ മുമ്പുണ്ടായിരുന്നു.
ഇടക്കാലത്ത് അതിന് കോട്ടം വരികയും ആരെ കോട്ടം വരുത്തിയത്? നമ്മുടെ ശരീഅത്ത് വിവാദ കാലഘട്ടങ്ങളിലും അതുപോലെ തന്നെ മറ്റു പല ബില്ലുകളുടെ സമയങ്ങളിലും ഇവിടെ സമൂഹം ഒത്തൊരുമയോടുകൂടി അങ്ങനത്തെ കാര്യങ്ങളെ നേരിടുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ആരാ തകർത്തത്? അപ്പൊ മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ആരെ കുറിച്ചാ പറയുന്നത്? അല്ലെ, ഈ ക്ലിപ്പുകൾ, ഈ പോസ്റ്റുകൾ ആരും കണ്ടിട്ടില്ലേ? മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ പേരിൽ പരക്കെ FB-യിലും അതുപോലെ തന്നെ വാട്സപ്പിലൊക്കെ പ്രചരിക്കുന്ന ഈ ഇത് കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല? അതൊക്കെ അതിന്റെ നിജസ്ഥിതിയൊക്കെ മനസ്സിലാക്കണം. അതിന്റെ പൂർവ്വ രൂപമാണത്. ഇൻഷാ അല്ലാഹ് ഇത് കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നമുക്കതിടാം. എന്നിട്ട് ഇടക്കാലത്ത് അതിന് കോട്ടം വരികയും വീണ്ടും ഐക്യത്തിലേക്ക് വരികയും ചെയ്തു. പക്ഷേ ഇപ്പോൾ പള്ളികളുടെയും വീണ്ടും ഐക്യത്തിൽ വന്നു പറഞ്ഞാൽ പിന്നെ ഇതിന് കോട്ടം വരുത്തിയ ആളുകൾ പിന്നെ മെല്ലെ മെല്ലെ ഓരോ കാര്യങ്ങളിൽ സഹകരിക്കാൻ തുടങ്ങി. മറ്റേ എയർപോർട്ട് മാർച്ചിലും അതുപോലെ തന്നെ മറ്റു പല വിഷയങ്ങളിലും അവരുടെ പ്രതിനിധികൾ വരികയും സഹകരിക്കുകയും ഒക്കെ ചെയ്തു തുടങ്ങിയിരുന്നു. ഇപ്പോൾ പള്ളികളുടെയും മദ്രസകളുടെയും പേരിൽ സുന്നികളുടെ രണ്ട് വിഭാഗങ്ങൾ അകന്നു പോകുന്ന സ്ഥിതിയാണ്. ഇത് പരിഹരിക്കാനുള്ള ഇടപെടലുകളും ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്. കാന്തപുരം AP ഉസ്താദ്, ഇപ്പുറത്തുള്ള കോട്ടുമല ഉസ്താദ്, എളാപ്പ സയ്യിദ്, ഹൈദരലി ശിഹാബ് തങ്ങൾ തുടങ്ങിയൊരു സമുദായം തമ്മിലടിക്കുന്നതിന് അനുകൂലമല്ല. എന്നിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അത് പരിഹരിച്ച് മുന്നോട്ട് ഉണ്ടാകാതെ പറ്റില്ല. ഭിന്നത ഉണ്ടാക്കുന്ന നേതാക്കൾ സംരക്ഷിക്കാൻ രണ്ട് വിഭാഗവും തമ്മിൽ മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ച് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. അത്തരമൊരു ചർച്ചയും തീരുമാനവും ആഹ്വാനവും വൈകാതെ ഉണ്ടായേക്കും. സംസ്ഥാന തലത്തിലായാലും പ്രാദേശിക തലത്തിലായാലും തർക്കങ്ങൾ പറഞ്ഞു തീർക്കണം. ഇത് സുന്നികളുടെ മാത്രം കാര്യത്തിലല്ല, ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ് തുടങ്ങിയ വിഭാഗങ്ങളുടെ കാര്യത്തിലും ബാധകമാണ്. പാവപ്പെട്ടവർക്ക് അർഹമായ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ പോലും വിഭാഗീയത പ്രകടിപ്പിക്കുന്ന സ്ഥിതി സമുദായത്തെ നാണക്കേടാണ്. ഇതിന് മാറ്റം വരുത്താനാണ് ശ്രമിക്കുന്നത്. പള്ളിത്തർക്കങ്ങളും കേസുകളും ഒക്കെയുണ്ട് എന്നത് ശരി. സായുധ ഏറ്റുമുട്ടലുകളും കൊലപാതകങ്ങളും പോലും ഉണ്ടായിരുന്നല്ലോ. അത്തരം സാഹചര്യം ഈ ഉണ്ടാകുന്നത് ഒഴിവാക്കി നീങ്ങുന്ന ശ്രമം, കലണ്ടർ നോക്കി പള്ളിയിൽ കയറുന്ന സ്ഥിതി മാറണം. ചർച്ച ചെയ്ത് വിട്ടുവീഴ്ചയ്ക്ക് എല്ലാവരും തയ്യാറായാൽ ആ നിലക്ക് മുന്നോട്ട് പോകാൻ പറ്റും. രാഷ്ട്രീയവും വ്യക്തിപരമായ താല്പര്യങ്ങൾ മാറ്റിവെച്ചാൽ മതി. എന്താണെന്ന് മനസ്സിലായത്? ഇത് അവർ തന്നെ പുറത്തുവിട്ട മറ്റൊരു ക്ലിപ്പാണ്. ഇതിന്റെ പൂർണ്ണ രൂപം പുറത്ത് അവർ തന്നെ വിട്ടതാണ്. ഇനി ഇത് തന്നെ ബഹുമാനപ്പെട്ട മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഇങ്ങനെ പറഞ്ഞതുമല്ല. മുനവ്വർ അലി ശിഹാബ് തങ്ങളുമായി ബന്ധപ്പെട്ട് ഏതോ ഒരു വാരിക ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചോദിച്ചപ്പോ പിന്നെ ഇതിന് അനുകൂലല്ലേ, മറ്റോല അനുകൂലല്ലേ, ഇങ്ങനെ അനുകൂലല്ലേ, ഇതൊക്കെ പറഞ്ഞപ്പോ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ അവരുടേതായ ഭാഷയിൽ അവർക്ക് പൊടിപ്പും തൊങ്കലും വെച്ച് അവർ എഴുതി ചേർത്ത കുറെ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുനവ്വർ അലി ശിഹാബ് തങ്ങൾ തുറന്നു പറഞ്ഞ കാര്യമാണ്. അത് അവരുടേതായ ഭാഷയിൽ അവരെഴുതി ചേർത്തതാണ്. ബഹുമാനപ്പെട്ട മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഇവിടെ ഉദ്ദേശിച്ചത്, ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതുപോലെ തന്നെ ഇവിടെ കേരള നദ്വത്തുൽ മുജാഹിദീനും ഇവിടെ പിന്നെ മറ്റ് കക്ഷികളും ഒക്കെ നിലനിന്നിരുന്ന കാലത്ത് ഇവിടെ പൊതുവിഷയങ്ങൾ വരുമ്പോൾ, മുസ്ലിം ഉമ്മത്തിനെ മൊത്തത്തിൽ ബാധിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ യോജിപ്പിന്റെ ഒരു നിലപാടുണ്ടായിരുന്നു. അത് തകർത്ത ആളുകളുണ്ട്. അവർ ആ നിലപാടിൽ നിന്ന് പിന്തിരിഞ്ഞ ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് വീണ്ടും ആ നിലപാടിലേക്ക്, വലിയ ഒരു വിഭാഗീയതയിലേക്ക് പള്ളികളിലും മദ്രസകളിലും ഒക്കെ വീണ്ടും തർക്കങ്ങളുണ്ടാക്കി, പ്രശ്നങ്ങളുണ്ടാക്കി മുന്നോട്ട് പോവുകയാണ് അവർ ചെയ്യുന്നത്. അവരതിൽ നിന്ന് പിന്തിരിയണം എന്നാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മുനവ്വർ അലി ശിഹാബ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇനി ചോദിക്കട്ടെ, പൊതുവിഷയങ്ങളിൽ യോജിക്കണം എന്ന നിലപാട് നിങ്ങൾക്ക് ഉണ്ടോ? അതുണ്ടെങ്കിൽ എന്തിനാ നിങ്ങൾ സമസ്തയിൽ നിന്ന് പോയത്? എന്തിനാ പിന്നെ നിങ്ങൾ സമസ്തയിൽ നിന്ന് പോയത്? ഒന്നാലോചിച്ച് നോക്കാൻ നിങ്ങൾ. ഇവിടെ മുജാഹിദീങ്ങളും മറ്റ് ജമാഅത്തെ ഇസ്ലാമിക്കാരും തബ്ലീഗുകാരും എല്ലാവരും അങ്ങനെ പിന്നെ എല്ലാവർക്കിടയിലും ഐക്യമുണ്ടാകണം, എല്ലാവരും പരസ്പരം ഐക്യമുണ്ടാകണം, പൊതുവിഷയത്തിൽ എല്ലാവരും സഹകരിക്കണം. ഈ വാർത്ത എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളല്ലേ പുറത്തുവിടുന്നത്? അപ്പോ ഇത് എന്നിട്ട് ബഹുമാനപ്പെട്ട മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഇവിടെ ഐക്യമുണ്ടാക്കാൻ പിന്നെ APAയോട് ഐക്യമുണ്ടാക്കാൻ നടക്കുകയാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് വാപ്പാന്റെ മുത്ത് എന്നിട്ട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ഫോട്ടോ കൊടുക്കുക. അങ്ങയുടെ മനസ്സിൽ ഇതായിരുന്നു എന്ന് ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത്. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ മനസ്സിൽ ഇതായിരുന്നു, സമുദായം ഒന്നിക്കണം എന്നായിരുന്നു ഇപ്പോഴാത്ര അറിയുന്നത്. കാരണം മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പ്രവർത്തനം കൊണ്ട് അങ്ങനെ തോന്നിയിട്ടില്ല അവർക്ക്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പ്രവർത്തനം കൊണ്ട് അവർക്ക് തോന്നിയതൊക്കെ ഭയങ്കര മൂപ്പര് മഹാകച്ചറായിരുന്നു അല്ലേ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ. എന്നിട്ട് ആ ഫോട്ടോ കൊടുത്തിട്ട്, മഹാനവരുടെ ഫോട്ടോ കൊടുത്തിട്ട് വലിയ അടിക്കുറിപ്പ് കൊടുത്തിക്കുക. അങ്ങയുടെ മനസ്സ്, അങ്ങയുടെ മുത്തുമോൻ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇതൊക്കെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ലോകത്ത് ജനങ്ങൾക്ക് മുഴുവൻ അറിയുന്ന സത്യല്ലേ?
മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഇവിടുത്തെ മൊത്തം മുസ്ലിം ഉമ്മത്തിന്റെ നേതാവായപ്പോൾ അതിനെതിരെ തിരിയാൻ ഇവിടെ ആകെ ഒരു വിഭാഗമല്ലേ ഉണ്ടായത്, അല്ലേ? മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഈ നേതൃത്വം അംഗീകരിക്കാൻ തയ്യാറാകാത്ത ഒരു വിഭാഗം അതാരാ? ഈ മുടിയന്മാരല്ലാതെ ഏതെങ്കിലും ആളുകൾ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വം ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കില്ല, അവിടുത്തെ മധ്യസ്ഥം അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ പുറത്തു പോയിട്ടുണ്ടായ അനുരഞ്ജന ചർച്ചകളിൽ പോലും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അംഗീകരിക്കാൻ പറ്റില്ല എന്നവർ പറഞ്ഞിരുന്നത്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മൂപ്പര് കാരണം എന്താ, ഒരു മുഷാവറയിലെ ആളല്ലല്ലോ. ഇപ്പൊ മുനവർ അലി ശിഹാബ് തങ്ങൾ മുഷാവറയിലുണ്ടല്ലോ അല്ലേ? മുനവർ അലി ശിഹാബ് തങ്ങൾ പോലെ മുഷാവറയിലുണ്ടല്ലോ അംഗീകരിക്കാന്. ഇതൊക്കെ എവിടുത്തെ ന്യായമായിരുന്നു? ഇവിടുത്തെ ഈ മുസ്ലിം ഉമ്മത്തിന്റെ അന്നത്തെ നായകനെ അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാവാതിരുന്നതും മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ ഇവിടെ ഒരു നേതൃത്വത്തെ കെട്ടിപ്പടുക്കാൻ നിങ്ങൾ ശ്രമിച്ച ശ്രമവും പരാജയപ്പെട്ടതാണ് ഇപ്പൊ നിങ്ങളെ കൊണ്ട് ഞാൻ ചിന്തിപ്പിക്കുന്നത്. അപ്പോ ഇതൊക്കെ ഇൻഷാ അല്ലാഹ് ഇതൊക്കെ മറ്റു കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു മാത്രം. അതുമായി ബന്ധപ്പെട്ട് ഇവരുണ്ടാക്കി തീർക്കുന്ന പല FB പേജുകളും അതുപോലെ തന്നെ മറ്റു പല സൈറ്റുകളുമൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട് എന്ന് മാത്രം. അത് സംബന്ധമായി ബാക്കിയുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നതോടുകൂടി ചിത്രങ്ങൾ കൂടുതൽ വ്യക്തമാകും എന്നും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അത് സംബന്ധിച്ച് ചെറുതായി ഉണർത്തി നമ്മുടെ ചർച്ചയിലേക്ക് തന്നെ തിരിച്ചു വരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഒരു മുശാവറ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? വ്യാജമാണെങ്കിൽ സമസ്തയുടെ പേരിലാണല്ലോ നിങ്ങളൊരു മുശാവറ തട്ടിക്കൂട്ടിയിട്ടുള്ളത്. ആ മുശാവറയിലെ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളെ നേതാക്കന്മാര് പൊതുവേദികളിൽ പ്രസംഗിച്ചിട്ട് നിങ്ങളെ ആളുകൾ അത് അംഗീകരിക്കുന്നില്ല എന്നാണല്ലോ പ്രശ്നം. ഞങ്ങൾ അംഗീകരിക്കാത്ത വിഷയങ്ങളാണെങ്കിൽ പലതും ഉണ്ടല്ലോ, നമ്മൾ വിശ്വസിക്കാത്ത പ്രശ്നങ്ങളാണെങ്കിൽ പലതും ഉണ്ടല്ലോ. ഒരു തല മുതൽ ഒരു തല വരെ നിങ്ങൾക്ക് അങ്ങനെ പുറത്തുവിടാൻ കഴിയോ? നിങ്ങളെ ആളുകൾക്കിടയിൽ ഉള്ള സംശയത്തിന് അത് ദൂരീകരിക്കാനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രത്യേക ബൈലക്സ് മുഷാവറ കൂടേണ്ടി വന്നത്. ബൈലക്സിന്റെ പ്രവർത്തകർ ഇങ്ങനെ കൊണ്ടുവന്നു, മുഷാവറയിൽ കൂടി വേറെ ചങ്ങായി ഇങ്ങനെ ക്ലിപ്പ് കടലാസ് കൊടുക്കുന്നു. പാൻറിട്ട ആൾക്കാരൊക്കെ മുഷാവറയിൽ മുഷാവറ യോഗത്തിൽ പാൻറിട്ട ആൾക്കാരൊക്കെ ഇങ്ങനെ എന്താ രസം അല്ലേ? ഇവരെ മുഷാവറ കഥ. അതിലേതൊരു മൗലവി ഇരിക്കണത്? മുഷാവറിലൊരു മൗലവി ഉണ്ടല്ലോ, ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കട ഉസ്താദിന്റെ തലയിൽ നിന്ന് തലപ്പാവ് കുറച്ച് സമയത്ത് ഇറക്കി വെച്ച സമയത്ത് ഇവർ കൊടുക്കുന്ന മൗലവിയാ. നോക്കിയും ഈ മൗലവിയും ഇവരെ മുഷാവറ ആ യോഗം കഴിയുന്നത് വരെ അതിലൊരു മൗലവി ഉണ്ടല്ലോ. അതിന്റെ ക്ലിപ്പ്, അതിന്റെ വീഡിയോ ക്ലാരിറ്റി ഉണ്ട്. അമീർ സാഹിബ് ആരെങ്കിലും യൂട്യൂബിൽ നിന്ന് അവരുടെ സൈറ്റിൽ നിന്ന് അവരുടെ അവരുടെ ഇസ്ലാമിക് മീഡിയ അതിന്റെ സൈറ്റിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്താൽ അതിൽ ചില പ്രത്യേക കാര്യങ്ങൾ കാണിക്കാൻ കഴിയും. എച്ച് ഡി അതൊന്ന് ഡൗൺലോഡ് ചെയ്ത ആളുകളുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകം റൈസ് ഹാൻഡ് ചെയ്യണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്യണം. യൂട്യൂബിൽ ഡൗൺലോഡ് ചെയ്തത് അവരെ ഫേസ്ബുക്ക് അവരെ ക്ലിപ്പ് വന്നതല്ല. അതിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മുഖം പറയുന്നുണ്ടൊക്കെ. അതാ രസം. കാന്തപുരത്തിന്റെ മുഖം മാത്രം വിളിച്ചു പറയുന്നത് എങ്ങനെ കാന്തപുരം പറയണമെന്ന്. നമ്മൾ സാധാരണ പറയില്ലേ, നമ്മൾ ചില വിഷയങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് അപ്പിടാൻ മുട്ടിയാൽ എങ്ങനെയൊക്കെ നമ്മളെ മുഖം ഒന്ന് ആലോചിച്ച് നോക്കാം നിങ്ങൾ. അതുമാതിരി കാന്തപുരത്തിന്റെ മുഖം, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ മുട്ടല് മുട്ടിയാളെ മുഖം മാറിയുണ്ട് കാന്തപുരത്തിന്റെ മുഖയിൽ. അത് നോക്കി, അത് ഞാൻ പറയാനല്ല, ആ മുഖം കണ്ടാൽ നിങ്ങൾക്ക് എന്താണ് ഇതിന്റെ പിന്നിലെ ഗൂഢാലോചനയും ഇതിന്റെ പിന്നിലെ ഇതിന്റെ പിന്നിലെ ഇതിന് പിന്നിലുണ്ടായ സംഭവ വികാസങ്ങളും ഒക്കെ എന്നെന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ബോധ്യമാവും. ഇവര് 2 ജോയിന്റ് സെക്രട്ടറിമാര് എന്താ പറയുന്നത്? ഹാഫിദ് ഗുരുവട്ടൂർ, ഞങ്ങൾക്കൊരു ഹാഫിദും വേണ്ട, AP ഉസ്താദിനെ സംരക്ഷിക്കാൻ മറ്റൊരു ഹാഫിദ് വേണ്ട, അല്ലാഹു മാത്രം മതി ഹാഫിദ്. വല്ല പ്രസംഗമാണ്. അദ്ദേഹത്തിനെതിരെ ഇവര് വാർത്താ മാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും ടിവിയിലും പേപ്പറിലും എല്ലാം ഇവര് പരസ്യമായി പ്രസ്താവന നടത്തി. ഗുരുവട്ടൂർ ഹാഫിദുമായി ആരും ബന്ധപ്പെടരുത് എന്ന് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ നേരിട്ട് നീക്കുമ്പോൾ എന്താ മാത്രം പോരാ, ഒരു മുത്തഫഖുൻ അലൈഹിയായിട്ടാണ് പറഞ്ഞത് ആ കാര്യത്തിൽ പൊന്മള മാത്രമല്ല, പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും കുരുവട്ടൂരെതിരെ സംസാരിക്കുന്ന കാര്യത്തിൽ ഇവർ 2 ആൾ ഒറ്റക്കെട്ടിരുന്നു. ഇവരെ ബഹുജന സംഘടനയുടെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും, ബഹുജനങ്ങളോട് സംവദിക്കേണ്ട ആൾക്കാര്, ഇവരുടെ ബഹുജനങ്ങളോട് സംവദിക്കേണ്ട ഇവരുടെ ബഹുജന യുവജന സംഘടനയുടെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഒരുമിച്ച് നിന്ന് പറയാം. അവരുടെ മുശാവറയുടെ 2 ജോയിന്റ് സെക്രട്ടറിമാര്,
ഒരുമിച്ച് പറയാം. എന്നിട്ടോ ഒരുമിച്ച് പറഞ്ഞിട്ടെന്താ, കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും ആളുകൾ അവരെ മുഷാവറയിൽ തന്നെ ചോദ്യ. ഈ ചോദ്യവും ഉത്തരവും ഒക്കെ വെറും നാടകമാണ് എന്നതിന്റെ തെളിവുകൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായി തന്നെ നിരവധിയുണ്ട്. മുഷാവറീത്തെ ഒരാൾ ചോദിക്കുമ്പോൾ മുഷാവറീത്ത് വേറൊരാൾ മറുപടി പറയാം, ഞങ്ങളും മുഷാവറി, ഒരു കാര്യം തീരുമാനിച്ചത് ഞങ്ങൾ. അപ്പൊ ഈ ചോദിക്കുന്ന ആളവിടെ, ചോദിക്കുന്ന ആള് ജൂനിയർ പൊന്മള ബാക്കവ്യ, ജൂനിയർ പൊന്മള, സീനിയർ പൊന്മളക്ക് വേണ്ടി ജൂനിയർ പൊന്മളയെ ചോദിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ രസം. എന്നിട്ട് ഇത് പറയുന്ന ഭാഗങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് കേട്ട് വിശദീകരിക്കണം. ഓരോ എന്നിട്ട് അവിടെ ഇരുന്നിട്ട് പിന്നെ അവസാനം കാന്തപുരം അത് പറഞ്ഞ് കുടുങ്ങിയിട്ട് കാന്തപുരം പറയാം, പക്ഷെ ഒരു കാര്യം കേട്ടോ, പൊന്മള അടക്കം അവിടെ ഇരിക്കുന്ന ആൾക്കാരോട് പറഞ്ഞു, ഞങ്ങളൊക്കെ ജിസ്തി, ഖാദിരി, അല്ലേ, നക്ഷബന്ദി ഒക്കെയാണ് ഞങ്ങളൊക്കെ തെരീക്കത്തുകാരാണ്. അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഒക്കെ ഒരുമാതിരി ജിസ്തിയാണെന്ന് പറയാനല്ലാതെ അവരൊക്കെ ഖാദിരിയും മറ്റേ ജിസ്തിയാണെന്ന് പറഞ്ഞാൽ എന്ത് രസമുണ്ടാകുക. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ വളരെ പരസ്യമായി പ്രസംഗിച്ചതിന്റെ ക്ലിപ്പ് നമ്മളെ കയ്യിലില്ലേ. ഹക്കായൊരു തെരീക്കത്താണെങ്കിൽ തന്നെ ഞാൻ അയക്കില്ല. ഹക്കായൊരു തെരീക്കത്താണെന്ന് നിങ്ങൾ പറഞ്ഞാൽ തന്നെ, ഇപ്പൊ തങ്ങൾ ഓരോ അവിടെ ഇരിക്കുന്ന ഒരാളോട് പറയണ്ടത് നിങ്ങൾ പറഞ്ഞാൽ തന്നെ ഞാൻ അയക്കില്ല എന്ന് വളരെ വ്യക്തമായ ഭാഷയിൽ പറഞ്ഞ പൊന്മള അടക്കം ആളുകൾ ഇരിക്കുന്ന ആൾത്തെ മൂപ്പര് പറയുന്നത്, ഞങ്ങളൊക്കെ എന്താണ്, ഞങ്ങളൊക്കെ ഇവിടെ തെരീക്കത്തുകാരാണ്. അതെന്തൊക്കെയാണ്? ഖാദിരി, ജിസ്തി, നക്ഷബന്ദി, അല്ലേ, ഒക്കെ എത്ര എടുക്കുന്ന ആൾക്കാരൊക്കെ. ആരാ ഖാദിരി? പൊന്മള ഖാദിരി. ആ പേരോട് ജിസ്തി ഒന്ന് ആലോചിച്ചേക്കാണ് നിങ്ങൾ അതിന്റെ ഒക്കെ കഥ. പൊന്മള ഖാദിരി എന്നൊക്കെ പറ, പൊന്മള ഖാദിരി, ഷെയ്ഖ് പൊന്മള ഖാദിരി. ഓ എന്താ ഖാദിരിയിലെ. അങ്ങനെ ഒരു മാതിരിയുള്ള ആൾക്കാരും അതിലെ ഗുസ്തിക്കാരും ഒക്കെ ഖാദിരിയും ജിസ്തിയാണെന്ന് പറഞ്ഞാലുണ്ടാകുന്ന ഒരു അവസ്ഥ എന്ന് ആലോചിച്ചോക്കാം നിങ്ങള്. ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞിട്ട് അവിടെ നിർത്തുക, അങ്ങനെ ആമീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ അവസാനിക്കുക. എന്നിട്ട് അതൊരു ക്ലിപ്പ്, ഈ ക്ലിപ്പ് ഒരു പുറത്തുവിടുക. മുഷാവറ ക്ലിപ്പ് പുറത്തുവിടുക. 2 കൊല്ലം മുമ്പ് പുറത്താക്കി, 1.5 കൊല്ലം 2 കൊല്ലം മുമ്പ് പുറത്താക്കി ആഫിനെ വീണ്ടും പുറത്താക്കി. എന്തപ്പോ ക്ലിപ്പ്? ആരാ ആഫിദ്? ആഫിദ് പിന്നെ ആരുമല്ല. അതാ രസം. മുഷാവറ മെമ്പർ അല്ല. SSFന്റെ പിന്നെ അവരുടെ SYSന്റെ നേതാവാ? അതുമല്ല. പിന്നാരാ? ഒന്നുമല്ല. ആരും അല്ലാത്ത ഒരാള്, അവരുമായി പിന്നെ അവർ സംഘടനാപരമായി ഒരു ബന്ധമില്ലാത്ത ഒരാളെ വീണ്ടും പുറത്താക്കി. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങള്. ഇവരുടെ ഗതികേടെന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. എന്താ പുറത്താക്കിയത്? ഇപ്പൊ പുതിയ കാരണം എന്താണ്? ശരീഅത്തിന് വിരുദ്ധമായ പല കാര്യങ്ങൾ. എന്താണ് ശരീഅത്തിന് വിരുദ്ധം എന്ന് പറഞ്ഞാൽ പോരെ? നൗഷാദ് ഹുസൈനി അവരെ വെല്ലുവിളിക്കുക. ശരീഅത്തിന് വിരുദ്ധം എന്താണെന്ന് പറയും. AP ഉസ്താദ്, സുലൈമാൻ ഉസ്താദ് ഇന്നതാണ് ശരീഅത്തിന് വിരുദ്ധം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കും. അല്ലാതെ ശരീഅത്തിന് വിരുദ്ധമുണ്ട് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കണേ നിങ്ങളെ പണിയൊക്കെ നൗഷാദ് ഹുസൈനി പറയാതെ പറയുന്നത്. AP അല്ല, ഏത് കോപ്പി വന്നിട്ടും ശരീഅത്തിന് വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നതാണെന്ന് ഞങ്ങളോട് പറഞ്ഞാൽ, AP പറഞ്ഞാലും പറഞ്ഞാലും, ഇംഗ്ലീഷ് അക്ഷരത്തിലെ അക്ഷരമാലകളിൽ ഏതക്ഷരങ്ങൾ പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. അല്ലെങ്കിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ പിന്നെ അക്ഷരങ്ങളെ വില മാത്രമേ ഉള്ളൂ എക്കും പിക്കും ഈക്കും ഒക്കെ ഞങ്ങൾ കൊടുക്കുന്നത് പറയാതെ പറയണം. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് പിന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ ആവശ്യമാണെങ്കിൽ നമുക്ക് നടത്താം. അതതിന്റെ ഒരു യാഥാർത്ഥ്യമാണ് നമുക്ക്, അല്ലേ? അല്ലെങ്കിൽ അവർക്ക് ആ വരെയുള്ളൂ. ഇന്നതാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. എന്നെ വിളിച്ചിട്ടാ ഇനി കാര്യങ്ങളാട്ടോ എന്ന് പറയട്ടെ. കാന്തപുരം AP വിഭാഗത്തിന്റെ ആളുകൾ ഇന്ന് അംഗീകരിക്കുന്നതും ഇതുവരെ അംഗീകരിച്ചതും ഇനി അംഗീകരിക്കാൻ പോകുന്നതുകളും ആയ ആളുകളെക്കാൾ അപേക്ഷിച്ച് എന്ത് കാര്യത്തിലാണ് ഇവർക്കുള്ള തകരാറെന്ന് പറയട്ടെ. അപ്പുറത്തുള്ള തകരാറ് പോലും പറയും. ചുരുക്കി പറഞ്ഞാൽ തകരാറ് ഇല്ല എന്നല്ല നമ്മൾ പറയുന്നത്. 2 വിഭാഗത്തിൽ തകരാറുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി ഉണ്ടെങ്കിൽ ഇപ്പുറത്തിന് പറഞ്ഞാൽ അപ്പുറത്ത് പോലും പറയുന്നു. അതാണ്ടാകുക. അത് പറയാൻ ഇവര് തയ്യാറാണ്ട്. ഇന്നതാണ് ശരീഅത്തിൽ നിങ്ങളെ പ്രശ്നം എന്ന് പറയണ്ടേ. അപ്പൊ ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കൂല, ഇന്നതാണ് നിങ്ങളെയൊക്കെ പ്രശ്നങ്ങൾ, ഇന്നതാണ് നിങ്ങളെ പ്രശ്നങ്ങൾ എന്ന് മറ്റുള്ള ആളുകൾക്ക് ഇങ്ങോട്ട് വിശദീകരിച്ചു കൊടുക്കൂലേ? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പോ അൻവർക്കിംഗ് നിങ്ങൾ ക്ലിപ്പ് റെഡിയാണോ? അൻവർക്കിംഗ് എന്തിനാ റൈസാൻഡ് ചെയ്ത്? ആരാ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ എങ്ങനെ വാട്സപ്പ് നോക്കാം? അൻവർ വാട്സപ്പിൽ ഇട്ടിട്ട് കാര്യമല്ലേ? അത്ര ഇടങ്ങാറാണ് പുതിയ വാട്സപ്പ് കൊണ്ട്, അല്ലേ? ഇതൊക്കെയാണ് ആൾക്കാർ. അല്ല, ക്ലിപ്പ് ആരുടെ കയ്യിലുള്ളത്? തങ്ങളെ കയ്യിലുണ്ടോ? നൂറുദ്ദീൻ തങ്ങളിപ്പോ ക്ലിപ്പൊന്നുമില്ലേ? കയ്യുമ്പോ ക്ലിപ്പിട്ട് നടക്കാം.
മറ്റേ നിങ്ങള് മറ്റേ ഇതില് ക്ലിപ്പൊന്നും ഇല്ലേന്ന് ചോദിക്കുക. അല്ല, ആരെ കയ്യിലപ്പോ ഇതുള്ളത്? ഉള്ളാൾ എത്തിയിട്ടില്ലേ? ഉള്ളാൾ എത്തിയിട്ടുണ്ടോ? ഉള്ളാള് സാലിന്റെ കയ്യിലുണ്ടോ? ആ പേരോടിന്റെ പ്രസംഗേ ഉണ്ടോ? ആ, ദാറുലുദ്ദീന്റെ കയ്യിലുണ്ട്. ഷെരീഫ് എവിടെ? ഷെരീഫ് റൈസാൻഡിയും ഷെരീഫ് ഒന്ന് റൈസാൻഡിയും ആദ്യം പേരോടിന്റെ പ്രസംഗടി. ശംസുൽ ഉലമക്കെതിരെ പേരോട് പറയുന്ന പ്രസംഗം. ഞാൻ തന്നെ കൽപ്പിക്കേണ്ടി വരുമോ? അല്ല അമീർ സാഹിബ്, പിന്നെ എന്താ നിങ്ങളെ കയ്യിലുള്ളത്? ഞാൻ തന്നെ കൽപ്പിക്കേണ്ടി വരുമോ? അടച്ചതല്ലേ, ഞാൻ തന്നെ കൽപ്പിച്ചുതരാം. അൻവർ വെക്കുവോ? അൻവർ എന്നാ റൈസാൻഡ് ചെയ്യും. ഷെരീഫ അൻവറെ വെക്കണം. ആരെ വെക്കണത്? വെക്കുന്ന ആളുകൾ റൈസാൻഡ് ചെയ്താണ്. ഒക്കെ മൊബൈലിലാണല്ലേ? അതപ്പോ പ്രശ്നമായി. എല്ലാരും ഒക്കെ മൊബൈലിലാണ് വെച്ചിരിക്കണത്. ആ, തങ്ങൾ പാപ്പ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് തങ്ങൾ പാപ്പ അത് വെക്കും. അപ്പോഴേ വെക്കൽ നടക്കുള്ളൂ. അത് അതിൻ്റെതായ ആൾക്കാർ വെക്കുമ്പോഴുള്ളൂ വെക്കൽ ശരിയാകും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളത് ഡൗൺലോഡ് ചെയ്യണം നിൽക്കുന്നത്. അതാ പ്രശ്നം. എവിടെയാണ് ഇപ്പൊ ഇതുള്ളതെന്ന് ഇപ്പൊ എനിക്കറിയില്ല. ഏതായാലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. നമ്മളിത് ഒരു ആരോപണത്തിന് വേണ്ടി പറയുന്നതല്ല. ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണി. എന്നിട്ട് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ കുറിച്ച് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അങ്ങനെ പ്രസംഗിച്ചൊരു ഭാഗം നിങ്ങൾ കേൾക്കുമ്പോൾ അല്ലേ, ആ ഭാഗം കേട്ടിട്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇപ്പൊ നമുക്കത് കേൾക്കാം. അതൊന്ന് ചിന്തിക്കാണ്ടല്ലോ നമുക്ക് ആ വിഷയത്തിൽ. ഇപ്പൊ നൗഷാദ് ഹസനിയോട് എന്നോട് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രസംഗിക്കരുത്, എന്നോട് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രസംഗിക്കരുത്, ഈ സംവാദങ്ങൾ അവസാനിപ്പിക്കണം, ഇനി പുതിയ പ്രസംഗങ്ങൾ നടത്തരുത് എന്ന് വേരോട് അബ്ദുറഹ്മാൻ സഖാഫി പ്രസംഗിച്ചു, എന്നോട് സംസാരിച്ചു എന്ന് പറഞ്ഞ് പ്രസംഗിച്ചതല്ലേ നൗഷാദ് ഹസനി? ഒന്നാലോചിച്ചോക്കാം നിങ്ങൾ. അതിന്റെ വ്യക്തമായ തെളിവുകൾ, അതുമായി ബന്ധപ്പെട്ട ക്ലിപ്പുകൾ അദ്ദേഹം പുറത്തുവിട്ടില്ലേ? നൗഷാദ് ഹസന്റെ ക്ലിപ്പുകൾ പുറത്തു വന്നില്ലേ? പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മുജാഹിദീങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് നിർത്താനും സംവാദങ്ങൾ അവസാനിപ്പിക്കാനും എന്നോട് പറഞ്ഞു എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട ക്ലിപ്പുകൾ പുറത്തു വന്നില്ലേ? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമക്കെതിരെ ഇല്ലാത്ത ആരോപണം ഉന്നയിച്ച ആള് അവസാനം ശംസുൽ ഉലമ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞതിന്റെ ഫലമായി അദ്ദേഹം അത് പ്രവർത്തിച്ചു. അദ്ദേഹം ഇന്ന് മുജാഹിദീങ്ങൾക്കെതിരെ സംവാദ രംഗത്ത് നിന്ന് 4-5 വർഷമായി അദ്ദേഹം സംവാദം നടത്തുന്നില്ല. ഇപ്പൊ എവിടെയെങ്കിലും സംവാദം ഉണ്ടെങ്കിൽ ഓരോ സംവാദത്തിന്റെ പേരെന്താ അറിയങ്ങള്? ഇപ്പത്തോലെ സംവാദത്തിന്റെ പേരെന്താ അറിയങ്ങള്? അറിയോ? സ്നേഹസംവാദം. സ്നേഹസംവാദം, ചുംബന സമരം എന്നൊക്കെ പറഞ്ഞ മാതിരി അല്ലേ? ചുംബന സമരം എന്നൊക്കെ പറഞ്ഞ മാതിരി ഇവരെ പരിപാടി ഇപ്പൊ സ്നേഹിച്ച് കളിക്കുക. ആരോട്? എതിരാളികളെവിടെ? ആ, എതിരാളികൾ സ്നേഹിക്കുക. ആ, എന്ത് രസല്ലേ, എന്ത് രസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ സാധാരണ മനുഷ്യനാണ്. സ്നേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറ്റേ മുഅ്ജിസത്ത് മുറിയും. സ്നേഹം. ഓ, ഒരു ഉമ്മ. എന്ത് രസല്ലേ സംവാദം, എന്തൊരു രസവല കഥ ഒന്ന് ആലോചിച്ച് നോക്കാണ് നിങ്ങള്. എന്ത് രസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സാധാരണ അറബി പയ്യനായിരുന്നു. സ്നേഹം. ഓ, എന്ത് രസമാണ്. ഇവിടെ വന്നൊരു ഉമ്മയർക്ക് എന്ത് കഥ. മദീന മുനവ്വറ ഞങ്ങൾ അധികാരം കിട്ടിയാൽ തച്ച് തകർക്കും മുജാഹിദ്. ഉമ്മ പേരോട്. എന്റെ കുട്ടികളെ, ഈ ഏർപ്പാട് നടക്കണങ്ങള് പതാത്ര പരിപാടി സ്നേഹസംവാദം. മറ്റേത് കിട്ടൂലല്ലോ. അത് 2001 മുമ്പുള്ള പഴയ നിയമത്തിലായിരുന്നു മറ്റേ സംവാദം ഉണ്ടായിരുന്നത്. ഏത് സംവാദം? കളിയാക്കൽ സംവാദം. പിന്നെപ്പോഴ സംവാദം എന്താണ്? സ്നേഹസംവാദം. ഈ പേരൊരു കഥ ഒന്ന് ആലോചിച്ചേക്കാണ് നിങ്ങള് അല്ലേ? ഏത് കഥ ഒന്ന് ആലോചിച്ചേക്കാണ് നിങ്ങള്? സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും പറയുന്ന സ്ഥലത്ത് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞതിനെന്താ?
അല്ലേ? ഹൈദർ അലി ശിഹാബ് നിങ്ങൾക്കെതിരെ അത് ഹൈദർ തങ്ങൾ എങ്ങനെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് ചവറ്റ് കൊട്ടയിലേക്ക് വലിച്ചെറിയണം, പുറങ്കാല് കൊണ്ട് തട്ടിയിടണം, പുറങ്കാല് കൊണ്ട് ചവിട്ടണം. ഇങ്ങനെ ഹൈദർ തങ്ങൾ പഠിപ്പിച്ചത്. പിന്നെ ആശയത്തിനും ആദർശത്തിനും എതിര് വരുന്ന ആളുകളോട് ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ അങ്ങനെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയ, പുറങ്കാല് കൊണ്ട് ചവിട്ടി. നിങ്ങൾ ആലോചിച്ച് കാണി, ആ പുറങ്കാല് കൊണ്ടൊന്നും കൊടുക്കാറില്ല നമ്മള്. തങ്ങൾ പാപ്പ എന്നോ ചെറുപ്പത്തിൽ കേട്ട ഒരു സംഭവക്കാരില്ല, എവിടുന്നാ തങ്ങളത് കേട്ടുള്ള കാര്യം ആലോചിച്ചാൽ തങ്ങളത് കേൾക്കാനും സാധ്യതയില്ല. എങ്ങനെ തങ്ങൾക്ക് അങ്ങനത്തെ ഒരു വാക്ക് കിട്ടിയ സമയത്ത് പ്രയോഗിക്കാൻ നമുക്കും കൂടിയും കിട്ടാത്തൊരു വാക്ക് തങ്ങൾ പാപ്പാക്ക് പുറങ്കാല് കൊണ്ട് നമ്മൾ ചവിട്ടാണ് കൊടുക്കണം എന്ന് പറയല്ലാതെ ആ പുറങ്കാല് കൊണ്ട് ഒന്നാണ് കൊടുക്കണം എന്നില്ല പഴയ ആ വർത്താനം ഉണ്ടല്ലോ. അത് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഈ പുതിയ സമൂഹത്തിന് ആശയവും ആദർശവും പണയം വെച്ചുകൊണ്ട് അതിനെ വിറ്റ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിറ്റ് കാശാക്കുന്ന ആളുകൾക്കെതിരെ ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഞങ്ങൾക്ക് തന്ന സമ്മാനാണ് ആ വാക്ക്. ഇൻഷാ അല്ലാഹ് നൂറുദ്ദീൻ ഞങ്ങൾ റൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പറയാനുള്ള സമയമില്ല. അതിൻഷാള്ള നമുക്ക് പിന്നീട് പറയാം. നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉറച്ചു നിൽക്കുന്ന ഈ മുസ്ലിം കുറച്ചു ദിവസം കഴിഞ്ഞ് ഒരു ശരീഅത്ത് വിവാദം വന്നപ്പോ സമസ്ത കേരള ജമീഅത്തുൽ ഉലമ യോഗം ചേർന്ന് ആ യോഗത്തിൽ ഈ അടക്കം നമുക്ക് രാജീവ് ഗാന്ധിയെ കാണണം, മെമ്മോറാണ്ടം കൊടുക്കണം, അത് ഉള്ളാളങ്ങൾ മുസ്ലിം പോകണം എന്ന് തീരുമാനിച്ച് മെമ്മോറാണ്ടം എഴുതിയെടുക്കാനാക്കി. എന്നിട്ട് പോകാൻ തീരുമാനിച്ചപ്പോ ആ തീരുമാനത്തിന് മുടക്കാൻ വേണ്ടി മുജാഹിദ് യോഗിയായ സേട്ടുവും മറ്റു പലരും രംഗത്ത് വന്നു. ആ രംഗത്ത് വന്നതിൽ പി എം അബൂക്കറുണ്ട്, സി കെ പി ചെറിയമുക്കയുണ്ട്, മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുണ്ട്. സി കെ പി ചെറിയമുക്കയുടെ കെയറോഫിലും തലശ്ശേരി ജി കെ ക്രിസ്ത്യാനികൾ സൽക്കാരത്തിന് കൊടുത്തിരുന്നു. അന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തവരുടെ കൂടെയുണ്ട്. ഞാൻ വെറുതെ പറയുകയല്ല. ആ യോഗത്തിലാണ്, ആ സ്വകാര്യ സംഭാഷണത്തിലാണ് APS ആ യോഗത്തിലേ മരിച്ചോലും ജീവിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ട്, മരിച്ചോലും ജീവിച്ചിരിക്കുന്നവരൊക്കെ അതിലുണ്ട് യോഗത്തിലേ. അതായത് അത് പറയുമ്പോ അത് ഈ മഹാന്മാരെ കുറിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന ചില അബദ്ധങ്ങളാണ്. പോട്ടെ, ഇൻഷാ അല്ലാഹ് തങ്ങളെ നോക്കി. അന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തവരുടെ കൂടെയുണ്ട്. ഞാൻ വെറുതെ പറയുകയല്ല. ആ യോഗത്തിലാണ്, ആ സ്വകാര്യ സംഭാഷണത്തിലാണ് APS അവസ്ഥയിൽ പുറത്താക്കണമെന്ന് EKയോട് സ്വകാര്യം പറഞ്ഞു. ഞങ്ങൾക്ക് ഒരുപാട് വിഷയം പറയാനുണ്ട്, ഇപ്പോഴും എനിക്ക് സമയമില്ല. അവിടെ ഒക്കെ പറഞ്ഞിട്ട് പോയോ. ഇതിനിടയ്ക്ക് ഇക്കൊരു കാര്യം CKP വിളിച്ചു ചേർത്ത ആ സൽക്കാരത്തിൽ അല്ലെ മുജാഹിദായ സേട്ടു ഇവരൊക്കെ ആ സൽക്കാരത്തിൽ പങ്കെടുത്ത ആൾക്കാർ നിങ്ങളെ കൂടെ ഉണ്ട് അല്ലേ? അതന്നെ ഞങ്ങൾ പറയുന്നത്. ഓല് നിങ്ങളെ കൂടെയാണ്. ഇതൊക്കെ തന്നെയല്ലേ മഹാന്മാരെ കറാമത്ത്. എന്നിങ്ങനെ നിർത്തണ്ട, ബാക്കി പറഞ്ഞിട്ട് നിർത്തിയാൽ മതി. അങ്ങനെ ഞങ്ങൾ വിടുന്ന് കരുതണ്ട. നിങ്ങൾ എന്താ മനസ്സിലാക്കിക്കണേ? ആ ആൾക്കാർ സൽക്കാരത്തിൽ പങ്കെടുത്ത ആൾക്കാർ നിങ്ങളെ കൂടെ. അതന്നെയല്ലേ ഞങ്ങൾ പറഞ്ഞു. അവരെ സൽക്കാരത്തിൽ ആരെങ്കിലും പോയി തിന്നിട്ടുണ്ടെങ്കിൽ ഓല് നിങ്ങളെ കൂടെക്കാരുണ്ടാകും. ഞങ്ങൾ ഓരോ സൽക്കാരത്തിന് പോണ ആൾക്കാരല്ല. ആരാ സൽക്കാരത്തിന് പോയതെന്നോ? എ വി അബ്ദുറഹ്മാൻ കല്യാണത്തിന് പോയതാരാ? പറയും ഇൻഷാ അല്ലാഹ്. ാക്കണമെന്ന് EKയോട് സ്വകാര്യം പറഞ്ഞു. ഞങ്ങൾക്ക് ഒരുപാട് വിഷയം പറയാനുണ്ട്, ഇപ്പോഴും എനിക്ക് സമയമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ പറയും. നമുക്ക് പെർമിറ്റിന് സന്ദർഭം കണക്കുണ്ടല്ലോ, അതുകൊണ്ട് പറയുന്നില്ല. പിന്നെയോ ഒരു കാലത്ത് ചെറിയ പ്രസംഗകനായിരുന്നു എന്നെ വിളിച്ച് ഈ സുന്നത്ത് ജമാഅത്തിന്റെ കാര്യം അവിടെയൊക്കെ പറയുന്നതുകൊണ്ട് സന്തോഷമുണ്ടെന്ന് നാസീർ വിളിച്ച ആളാണ്. എന്നാൽ അതേ മുസ്ലിയാർ കുറച്ചു ദിവസം കഴിഞ്ഞോ അദ്ദേഹം പറയുന്നത് എന്റെ ജോലിയോട് ഞാൻ കേട്ടു, അവനിപ്പോ വഹാബികൾക്കെതിരെ ഒരു റെഡിമേഡ് പ്രസംഗം കൊണ്ട് നടക്കുകയാണ് എന്ന് മുജാഹിദിനെതിരെ പ്രസംഗിക്കുന്നതിനെതിരായി EKയുടെ നാവിൽ എന്ന് പറഞ്ഞ വാക്ക് എന്റെ കാത് കൊണ്ട് ഞാൻ നേരിൽ കേട്ടതിരിക്കുന്നു ഓർമ്മയുണ്ട്. മുജാഹിദിനെതിരെ പ്രസംഗിക്കുന്ന കംപ്ലൈന്റ് പറഞ്ഞത്. അങ്ങനെ EKക്ക് ഒരു മനമാറ്റമുണ്ടായി. അവസാനം EK അതിൽ തോവ ചെയ്തിട്ടുണ്ട്. അതാണ് നേരത്തെ ഇവിടെ വടശ്ശേരി അസംശരിയായി പറഞ്ഞത്. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകുക, അദ്ദേഹത്തെ നമ്മെ സ്വർഗത്തിൽ നിർമ്മിച്ചു കൊടുക്കുമാറാകുക. ആരെങ്കിലും ഒരാള് തോവ ചെയ്താൽ ആരെങ്കിലും ഒരാൾ തോവ ചെയ്താൽ അതിന് പുറത്തു കൊടുക്കുമാറാകുക, അദ്ദേഹത്തെ നമ്മെ സ്വർഗത്തിൽ നിർമ്മിച്ചു കൊടുക്കുമാറാകുക. ആരെങ്കിലും ഒരാൾ തോവിന് പുറത്തു കൊടുക്കുമാറാകുക. ആരെങ്കിലും ഒരാൾ തൗബ ചെയ്താൽ, ഇതാർത്ഥാണ്. ആരെങ്കിലും ഒരാൾ തൗബ ചെയ്താൽ അല്ലേ? EK ഉസ്താദ് ശംസുൽ ഉലമ സുന്നത്ത് ജമാഅത്തിനെതിരെ പ്രസംഗിക്കുന്ന ആളുകളെ പരിഹസിക്കുകയും എന്നിട്ടത് തടയാ അല്ലേ?
നൗഷാദ് ഹസനി പുറത്തുപോയി. നൗഷാദ് ഹസനി നിങ്ങൾ ഇത് പുറത്തു പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കെതിരെ ഉന്നയിച്ച ആരോപണം എന്താ? പോരാൻ കാരണം നൗഷാദ് ഹസനി ഉന്നയിച്ചത് എന്താ? എന്നെ സുന്നത്ത് ജമാഅത്ത് പറയുന്നതിൽ നിന്ന് പേരോട് തടഞ്ഞു എന്നാണ്. ആര് തടഞ്ഞു? സുന്നത്ത് പറയാൻ പോകുന്ന സ്ഥലത്ത് ഫോൺ ചെയ്ത് പേരോട് പറഞ്ഞു. എന്തിനാണ് ഏർപ്പാട്? നൗഷാദ് ഹസനിയാ പറഞ്ഞത്. അറിയങ്ങള് 25 വർഷം കഴിഞ്ഞ കാൽ നൂറ്റാണ്ട് തയ്യുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസിന്റെ മുറിഞ്ഞു പോകാത്ത കറാമത്ത് മനസ്സിലായിക്കോളൂ നിങ്ങൾ. പുറത്തുനിന്ന് വന്നു അല്ലേ? ഇതൊക്കെ ശംസുൽ ഉലമക്കെതിരെ നിങ്ങൾ പറഞ്ഞിരുന്നത്. ശംസുൽ ഉലമക്കെതിരെ, ആ ശംസുൽ ഉലമക്കെതിരെ നിങ്ങൾ ഇത് പറഞ്ഞത് കൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് നിങ്ങളിൽ ഈ വിള്ളലുകൾ ഉണ്ടായത്. ശംസുൽ ഉലമക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ. എത്ര ഗൗരവമായിട്ടാണ് അയാൾ പറഞ്ഞത്. നൗഷാദ് ഹസനി പുറത്തു വന്നപ്പോൾ ആദ്യം നടത്തിയ പരിപാടി പറഞ്ഞെന്താ? ആദ്യം നടത്തിയ പരിപാടി എന്താ? ആദ്യം നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞെന്താ? അദ്ദേഹം അവരുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ കാരണം, സമസ്തയുമായി യോജിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആകമുണ്ടാകാനുള്ള കാരണം അദ്ദേഹം വിശദീകരിച്ചത്, അപ്പുറത്ത് നിന്നാൽ സുന്നത്ത് ജമാഅത്ത് പറയാൻ സമ്മതിക്കുന്നില്ല, ഇപ്പുറത്തെ ആളുകൾ സുന്നത്ത് ജമാഅത്ത് പറയുന്നതിൽ അവർക്ക് യാതൊരു വിലക്കുമില്ല, മാത്രമല്ല പ്രോത്സാഹനമാണ്. ഈ ഒരു കാരണമാണ് എനിക്ക് ഇപ്പുറത്തേക്ക് എനിക്ക് ആഗ്രഹമുണ്ടാക്കി തന്നത്. നൗഷാദ് ഹസന്റെ പ്രസംഗമാണ് അന്നത്തെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അതുപോലെ നിങ്ങളെ വേദികളിൽ, നിങ്ങളെ കേരളത്തിന്റെ എല്ലാ വേദികളിലും, എത്രയോ സംവാദ വേദികളിലും ഖണ്ഡന മണ്ഡന വേദികളിലും, കേരളത്തിലെ നിങ്ങളെ ഗ്രാമാന്തരങ്ങളിലും നഗരപ്രാന്ത പ്രദേശങ്ങളിലും നിങ്ങളെ ഇടിമയക്കമായിരുന്ന നൗഷാദ് ഹസനി നിങ്ങൾക്കെതിരെ പൊട്ടിച്ച ആദ്യത്തെ ബോംബതായിരുന്നു അല്ലേ? അതിനെന്താ നിങ്ങൾക്ക് മറുപടി ഉണ്ടായിരുന്നത്? അതിനെന്ത് മറുപടി ഉണ്ടായത്? ഇല്ലാന്ന് പറയാൻ കഴിഞ്ഞോ? ഇല്ലാന്ന് പറയാൻ കഴിഞ്ഞോ? പൊന്മള അതുമായി ബന്ധപ്പെട്ട് നൗഷാദ് ഹസനി മറ്റൊരു കാര്യം പറഞ്ഞു. ഇത്രാം തീയതി മുതൽ, ശ്രദ്ധിച്ചോളൂ, ആ സംഭവത്തിന് മുമ്പ് മുതൽ, ആ സംഭവത്തിന് കുറച്ച് ദിവസങ്ങൾ മുമ്പ് മുതൽ, നൗഷാദ് ഹസനിയുടെ ഡേറ്റ് പറഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഒരൊറ്റ സംവാദം നടത്തിയിട്ടുണ്ടെന്ന് തെളിയിക്കാൻ നിങ്ങൾ തയ്യാറാവുമോ? ഒറ്റ സംവാദം പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നടത്തിയിട്ടില്ല. കാരണം എന്താ? പോലെ സംവാദം നടത്തിയത്? അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവര് സുന്നത്ത് ജമാഅത്തിന് എതിരെ സംസാരിക്കുന്ന ആളുകൾക്കെതിരെ ഇപ്പോ പ്രതിരോധം തീർക്കുന്നതിലും അവർക്കെതിരെ ആഞ്ഞടിക്കുന്ന കാര്യത്തിലും അവർ പിറകോട്ട് പോയിട്ടുണ്ട്. അത് ശംസുൽ ഉലമയുടെ കുരുത്തക്കട അവർ വാങ്ങിയതാണ്. ശംസുൽ ഉലമയുടെ കുരുത്തക്കട അവർ വാങ്ങിയതാ. ശംസുൽ ഉലമയെ പരിഹസിച്ചതിന്റെ കുരുത്തക്കടാണ് അവർക്ക് കിട്ടിയത് അല്ലേ? ഒരു വാക്കിണ്ടങ്ങളെ, ബാക്കിയുള്ളത് കേൾപ്പിക്കണമെങ്കിൽ കേൾപ്പിക്കുക, അത്രേ ഉള്ളൂ. മഹാനായ ശംസുൽ ഉലമക്കെതിരെയാണ് ആ പറയുന്നത് മുഴുവൻ. ഇ കെ എന്ന് പറഞ്ഞിട്ട് ഇ കെ ഉസ്താദിന്റെ ഒരു മനം മാറ്റേ. മുജാഹിദീങ്ങളെ വിമർശിക്കണ്ട, മുജാഹിദീങ്ങൾക്കെതിരെ പറയാൻ പറ്റൂല. 8 ആയാലെന്താ, 20 ആയാലെന്താ? ഔസുബില്ല. ആർക്കെതിരാണ് ഈ പറയുന്നത്? അതിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കല്ലേ? അപ്പോ അന്നത്തെ ഒരു ജോയിന്റ് സെക്രട്ടറി, ശംസുൽ ഉലമയെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്ന ജോയിന്റ് സെക്രട്ടറി അല്ലേ, അയാളൊരു ജനറൽ സെക്രട്ടറി ആയപ്പോ അയാൾക്കെതിരെ വാളുമായി വരുന്നത് ജോയിന്റ് സെക്രട്ടറിമാരാ. നോക്കണം നിങ്ങൾ, 2 ജോയിന്റ് സെക്രട്ടറി. ശംസുൽ ഉലമയ്ക്കെതിരെ ഒരു ജോയിന്റ് സെക്രട്ടറി അന്ന് ഒളിഞ്ഞും തെളിഞ്ഞും അക്രമവുമായി മുന്നോട്ട് പോയപ്പോ, ഇന്ന് അദ്ദേഹം ജനറൽ സെക്രട്ടറിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന സംഘടനയുടെ 2 ജനറൽ സെക്രട്ടറിമാര് അല്ലേ, 2 ജനറൽ സെക്രട്ടറിമാർ, 2 ജോയിന്റ് സെക്രട്ടറിമാർ ഇന്ന് അദ്ദേഹത്തിനെതിരാ. ഒന്നാലോചിച്ചോക്കാം നിങ്ങൾ, ഒന്നാലോചിച്ചോക്കി. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് മഹാനവറുകൾ ജനറൽ സെക്രട്ടറി ആയപ്പോ ജോയിന്റ് സെക്രട്ടറി എന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. അയാളൊരു വ്യാജ സംഘടന ഉണ്ടാക്കി ഞാനാണ് ശംസുൽ ഉലമ എന്ന് പറഞ്ഞുകൊണ്ട് രംഗപ്രവേശം ചെയ്ത ശേഷം അദ്ദേഹം ജനറൽ സെക്രട്ടറിയായി സ്വയം അവരോധിതനായ ശേഷം അദ്ദേഹത്തിന്റെ ജോയിന്റ് സെക്രട്ടറിമാരായി വന്നതൊന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, മറ്റൊന്ന് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരും. എന്നിട്ടോ ഈ 2 സെക്രട്ടറിമാർ അദ്ദേഹം പറഞ്ഞു നേരില്ല. പേരോട് പറഞ്ഞു ഇപ്പ അല്ല മുമ്പുണ്ട്. പിന്നിലിപ്പോ മരണത്തിന് മുമ്പുണ്ട്, മരണത്തിന് ശേഷം ഉണ്ടോ ഇല്ലെന്നല്ല, മരണത്തിന് മുമ്പ് തന്നെയുണ്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അല്ലേ?
പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ കത്തിച്ചാൽ കത്തുകയില്ല എന്ന ആ വാദമുണ്ടല്ലോ AP ഉസ്താദിന്റെ, ആ വാദത്തോട് ഞാൻ എതിരാണ്. അങ്ങനെ തന്നെ പറഞ്ഞത്, ആ തോട് ഞാൻ എതിരാണ്. കത്തിച്ചാൽ കത്തുകയില്ലെന്ന AP ഉസ്താദിന്റെ വാദത്തോട് ഞാൻ എതിരാണ്. അല്ലേ? എന്താ എതിരാൻ കാരണം? കാരണം മൊയ്ജിദത്ത് മുറിഞ്ഞു പോയിട്ടുണ്ട്. മൊയ്ജിദത്ത് മുറിഞ്ഞു പോയതുകൊണ്ടോ കത്തിച്ചാൽ കത്തും. അതുകൊണ്ട് ആ AP ഉസ്താദിന്റെ കത്തിച്ചാൽ കത്തുകയില്ല എന്ന വാദത്തിന് ഞാൻ എതിരാണ്. കത്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആരാത് പറഞ്ഞത്? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. എന്താ പറയാൻ കാരണം? എന്താ പറയാൻ കാരണം? AP പറഞ്ഞതിന് നേരെ വിപരീതമായിട്ട്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട പുതിയ ചില ക്ലിപ്പുകൾ വരാൻ പോകുന്നുണ്ട്. പുതിയ പല ക്ലിപ്പുകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന അദ്വചിതങ്ങൾ മുഴുവൻ വെളിച്ചത്ത് കൊണ്ടുവരുന്ന പുതിയ ക്ലിപ്പുകൾ വരുന്നുണ്ട്. അതിന്റെ മുമ്പ് ഞാൻ ഈ സംഭവം നോക്കട്ടെ. കേട്ടോ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശമടക്കമുള്ള അവിടുത്തെ ആസാറുകൾ കത്തുമത്രേ. നിങ്ങൾ ചിന്തിക്കണം, ഇത് തന്നെയല്ലേ വഹാബിസം? ഇത് വഹാബിസമാണെന്ന് പറഞ്ഞ ഞങ്ങൾക്കാണോ പ്രശ്നം? ഇത് പറഞ്ഞ ബൽക്കാണോ പ്രശ്നം? അത് ശരിക്കും ചിന്തിച്ചോളൂ. മൂപ്പര് പറയാണ്, മൂപ്പരെന്നെ പറഞ്ഞുതരും. ഇപ്പൊ ഞാൻ പറയണ്ടല്ലോ, പറയും. അത് ജീവിതങ്ങളുടേതല്ല എന്ന് വരുത്താൻ വേണ്ടി അയാൾ പറയുന്നു, ഇത് കത്തിച്ചു നോക്കിയാൽ ഈ പ്രശ്നമൊക്കെ തീർന്നില്ലേ? അതല്ലേ അവർ പറയുന്നത്. ഞാനതിന് മറുപടി പറഞ്ഞു, അത് കത്തിക്കാൻ പറ്റില്ല. ഈ കത്തിച്ചു നോക്കി അതിൽ കരിച്ചുപോയി എന്ന് വെച്ചാലും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതല്ലെന്ന് പറയാനും പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കത്തില്ലെന്നും അങ്ങനെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കള്ളങ്ങള് AP അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ആരാ പറയണത്? ജോയിന്റ് സെക്രട്ടറി. ആർക്കെതിരെ? ആദർശ വിഷയങ്ങളിൽ പോലും പ്രസിഡന്റിന്റെയും പിന്നെ ജനറൽ സെക്രട്ടറിയുടെയും ജോയിന്റ് സെക്രട്ടറിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് ഈ പറയുന്നത്. ഇനി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പുതിയൊരു ഒരു വെളിപ്പെടുത്തലുകൾ നടത്തണമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഷാൻമായി ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ വെളിപ്പെടുത്തലുകൾ ഇന്ന് തന്നെ നടത്താൻ പറ്റുമോ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവരുടെ ഒരു സംസ്ഥാന നേതാവിന്റെ, SSFന്റെ ഒരു സംസ്ഥാന നേതാവിന്റെയും അതുപോലെ തന്നെ SYSന്റെ ഒരു ജില്ലാ നേതാവിന്റെയൊക്കെ ഒരു പുതിയ ക്ലിപ്പ് നമ്മുടെ കയ്യിലുണ്ട്. അതിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്കെതിരെ ആഞ്ഞടിക്കുന്ന ഭാഗങ്ങളും ഇതുമായി ബന്ധപ്പെട്ട പല പിന്നെ രഹസ്യങ്ങളുമൊക്കെ പുതിയതായി ഇന്ന് ഫ്രഷായിട്ടുള്ള ക്ലിപ്പ് നമ്മുടെ ക്ലാസ് റൂമിൽ ഇൻഷാ അല്ലാഹ് കേൾപ്പിക്കാനുണ്ട്. അത് ഇന്ന് തന്നെ സൗകര്യപ്പെടുകയാണെങ്കിൽ ഇന്ന് തന്നെ കേൾപ്പിക്കണം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിനൊരു അവസരം മറ്റൊരു അവസരത്തിൽ അത് കേൾപ്പിക്കും. പരമാവധി ഇന്ന് തന്നെ അത് കേൾപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കണം, അല്ലേ? അപ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഈ ഓരോ കാര്യങ്ങൾ ഇവർ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ശംസുല്ലമയെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിച്ച് ആ മഹാനവറുകളെ മനസ്സിനെ വിഷമിപ്പിച്ച ആൾക്ക് ഇന്ന് ഉള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ജോയിന്റ് സെക്രട്ടറിമാരെതിരായി തിരിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്കെതിരെ, അദ്ദേഹത്തിന്റെ ആദർശങ്ങൾക്കെതിരെ, അദ്ദേഹത്തിന്റെ കൂട്ടുകെട്ടുകളെ പരസ്യമായി അദ്ദേഹത്തെ കൊണ്ട് പരസ്യമായി പൊതുജനങ്ങൾക്ക് മുമ്പിൽ അത് ക്ലിപ്പാക്കി പ്രദർശിപ്പിക്കുന്നു. ഞങ്ങളെ ജനറൽ സെക്രട്ടറിയുടെ കഥ, ഞങ്ങളെ ജനറൽ സെക്രട്ടറി ഉള്ളിൽ പറയുന്ന കാര്യം ഇതാണ്. പുറത്തയാൾ എന്ത് ബന്ധമുണ്ടെങ്കിലും ശരി, ഉള്ളിലിങ്ങനെ പറയണത് ഞങ്ങളെപ്പോലെ തന്നെയാണ്. ഉള്ളിലൊന്നും പുറത്തൊന്നുമാണ്, അല്ലേ? ഉള്ളിലൊന്നും പുറത്തൊന്നാണ്. പുറത്തയാൾ ഹാഫിമിനെ ബന്ധപ്പെടുന്നുണ്ടാവാം, ഹാഫിലിനെ അദ്ദേഹം തള്ളിപ്പറയാതിരിക്കുന്നുണ്ടാവാം, അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനുമൊക്കെ ഹാഫിലിന്റെ ആളുകളായി നടക്കുന്നുണ്ടാകാം. പക്ഷെ ഉള്ളിൽ അയാൾ ഇങ്ങനെ പറയുന്നത്, അയാൾ പിന്നെ ചോദ്യം ചോദിക്കുമ്പോൾ ആളുകൾക്ക് മുമ്പിൽ ഇങ്ങനെ പറയുന്നു. മറ്റു പല സമയത്തും രഹസ്യമായി അദ്ദേഹം പല ബന്ധങ്ങളും അദ്ദേഹം ഉണ്ടാക്കുന്നു. പക്ഷേ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ പറയുന്നു, അദ്ദേഹവും ഞങ്ങളെപ്പോലെ മനസ്സിലൊന്നും പുറത്തൊന്നും.
മനസ്സിലൊന്നും പുറത്തൊന്നുമാണ്. അയാളും ഇതിന് വ്യത്യസ്തനല്ല. സ്വന്തം നേതാവിനെ ഇരുത്തിക്കൊണ്ട് നടക്കുന്ന മുശാവറ ചർച്ചകൾ പോലും ക്ലിപ്പാക്കി പൊതുജനങ്ങളെ കേൾപ്പിക്കുക. എന്തൊരവസ്ഥയത്, എന്തൊരവസ്ഥയെന്ന് ആലോചിച്ചോക്കാം നിങ്ങൾ. ഒരു മുശാവറ നടക്കുമ്പോ അവിടെ കൊണ്ടുപോയി ക്ലിപ്പുണ്ടാക്കി പുറത്തു വിടുക. ആര്? ക്ലിപ്പുണ്ടാക്കൽ തന്നെ തെറ്റാണ്. ക്ലിപ്പുണ്ടാക്കുന്നവൻ നമ്മാമാണ്. ക്ലിപ്പുണ്ടാക്കൽ ഹറാമാണ്. ക്ലിപ്പെന്ന് പറയുന്ന സംഭവം ഭയങ്കര സംഭവമാണ്, അത് അനിസ്ലാമികമാണ്. എന്തേന്ന് പ്രസംഗം അല്ലേ? നിങ്ങൾ എന്നെ കൊണ്ടുവന്ന ക്ലിപ്പൻ എന്ന് ആലോചിച്ചോക്കാം നിങ്ങൾ. ജിഷാൻമായിനെ ആരെവിടെ അവതരിപ്പിച്ചു? ഞാൻ ഇന്നിപ്പോ ജിഷാൻമായിയോട് സംസാരിക്കുന്ന വിഷയം. സത്യത്തിൽ ജിഷാൻമായി നമ്മളെ ഉസ്താദുമാരുടെ ഒന്ന് രണ്ട് ക്ലിപ്പുകളൊക്കെ എന്ന് പറഞ്ഞ് പുറത്തു വിട്ടു. ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ശാഖോപശാഖപരമായ അല്ലേ ഫിഖ് മസ്അലകളിലെ വളരെ ചെറിയ കാര്യങ്ങൾ, അതിലെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, ഫിഖ് മസ്അലകളിലെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ അതിലുള്ള കാർക്കശ്യമായ ചില നിലപാടുകളുള്ള ആളുകൾ, അത്ര അതിന് പിന്നെ പരിഗണന നൽകണ്ടാത്ത ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ക്ലിപ്പുകൾ പുറത്തു വിട്ടിട്ട് അത് വെച്ചുകൊണ്ട് അവർ കേരളത്തിൽ വലിയൊരു കാളകൂട്ട് നടത്തി. എന്നിട്ട് പറഞ്ഞു ഈ ക്ലിപ്പ് തന്നവൻ ആരാണെന്നറിയോ? ജിഷാൻമായിയുടെ ക്ലിപ്പ് എന്ന് പറഞ്ഞാണ്ട് പിന്നെ ഓരോ ക്ലാസ് റൂമിന്റെ ജീവിതം ജിഷാൻമായിനെ കൊണ്ട്, പ്രഭാഷകരുടെ ജീവിതം ജിഷാൻമായിനെ കൊണ്ട്, ജിഷാൻമായിയുടെ ക്ലിപ്പുമായിട്ട് കേരളം മുഴുവൻ ഉലകം ചുറ്റിയ ആളുകൾ ജിഷാൻമായിയെ പൊതുജനത്തിന് മുമ്പ് പരിചയപ്പെടുത്തി കൊടുത്തു. അള്ളാഹു വരെ കൊണ്ട് ഇത് മുഴുവൻ ചെയ്യിപ്പിച്ചു. എന്നിട്ടോ ആ ക്ലിപ്പിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ക്ലിപ്പിലൊന്നുമില്ല. നമ്മളെ ഉസ്താദുമാർ പറയുന്ന കാര്യം തന്നെ മറ്റുള്ള ഉസ്താദിനോട് ചോദിച്ചാലും അതേ കാര്യം, ഈ ഉസ്താദിനോട് ചോദിച്ചാലും അതേ കാര്യം, വേറൊരു വ്യത്യാസമൊന്നുമില്ല. ക്ലിപ്പിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും ബഹുമാനപ്പെട്ട പിന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരെ ക്ലിപ്പുണ്ട് എന്ന് പറഞ്ഞ് ഇവർ ഉലകം ചുറ്റി. മറ്റു പല വഹാബി മൗലവിമാരുടെ ക്ലിപ്പുകളും അതുപോലെ തന്നെ അവർ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. വഹാബിനോട് ഇങ്ങനെ ചോദിച്ചു, മറ്റേ ചോദിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് ജിഷാൻമായിനെ കേരളത്തിൽ മുഴുവൻ പരിചയപ്പെടുത്തി. പിന്നെ എങ്ങനെ അയാൾ നല്ലൊരു കുട്ടിയാണ്, അയാൾ ഭയങ്കര സംഭവമാണ്, നിന്നെ കേട്ട് നിന്നൊക്കെ പഠിച്ചിട്ട് സുന്നത്തമായിട്ട് വളരെ ഉഷാറായി പറയുന്നുണ്ട്, നല്ല സംഭാവന ചെയ്യുന്ന ആളാണ്, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അള്ളാഹുടെ ഉദ്ദേശം ഇതാക്കി കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പെണ്ണിട്ടില്ല എന്നാ തോന്നുന്നത്, അള്ളാഹു പെണ്ണിട്ടിച്ചു കൊടുക്കട്ടെ ഇതൊക്കെ പറഞ്ഞ് മൂപ്പര് കൊണ്ടുപോയി നിക്കാവൊക്കെ ചെയ്തു കൊടുത്ത് അല്ലേ. മുഷാവറ മെമ്പർമാരൊക്കെ ചുറ്റുഭാഗത്തിരുന്ന് ഉദയാപ്പള പോക്കൊക്കെ രസമായിരുന്നു. മുഷാവറ മെമ്പർമാർ അകമ്പടിയോടുകൂടി ആലോചിച്ചേക്കാൻ നിങ്ങൾ എന്ത് രസമായിരുന്നു അല്ലേ. ഒപ്പന പാടാൻ പേരോട്, കൈകൊട്ടാൻ അരിമൂലിയര് അല്ലേ, കൂടപ്പാടാൻ പിന്നെ ഏലംകുളം, ആ കല്യാണം കുറച്ചുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വീഡിയോ അപ്ലോഡ് ചെയ്ത് കൂടണ്ടേ ജിഷാൻമായി? അത് മാത്രം പോരെ നിങ്ങൾക്ക്? വേറെ എന്തിനാ? അള്ളാഹു ഇതൊക്കെ ഈ കാര്യങ്ങൾ ആലോചിച്ചാണ് ഇവിടുന്ന് മണ്ണാർക്കാടുന്നൊക്കെ വരെ പോവുക. ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഈ ക്ലിപ്പുകൾ പുറത്തുവിടില്ല. ആയത് ജിഷാൻമായിയുടെ ക്ലിപ്പ്. എന്താ ക്ലിപ്പുകൾ? ഇവരുടെ അന്തപുര രഹസ്യങ്ങൾ മുഴുവൻ പുറത്തുവിടുക. ഇവരെ അണിയറ ചർച്ചകൾ, തലയണ മന്ത്രങ്ങൾ, മണിയറ ചർച്ചകൾ, ഇത് മുഴുവൻ പുറത്തു വരിക. മുടിക്കെതിരെ പറയുന്നത്, പരസ്പരം ആരോപിക്കുന്നത്, സാമ്പത്തികമായ കുറ്റാരോപണങ്ങൾ, ലൈംഗികപരമായ കുറ്റാരോപണങ്ങൾ തുടങ്ങി ഇവർക്കിടയിലുള്ള മുഴുവൻ കള്ളക്കളികളും, ഇവർ ഉള്ളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ വൃത്തികേടുകളും നീചമായ പ്രവർത്തനങ്ങളും മുഴുവൻ അനാവരണം ചെയ്യപ്പെടുന്ന ക്ലിപ്പുകളുടെ കൂമ്പാരമായി അത് പുറത്തേക്ക് വരിക. ആരാ കൊണ്ടുവരുന്നത്? അതാണ് ഏറ്റവും വലിയ രസം. ഇവരെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രഭാഷകന്മാരിൽ ഒരാളായ നൗഷാദ് ഹസനി ഒന്ന് അല്ലേ. സംവാദരംഗത്തെ മുടിചൂടാമന്നനായി ഇവർ അവതരിപ്പിക്കപ്പെട്ട ആള്, ഇവരെ ആദർശത്തിന്റെ ആൾരൂപമായി ഇവർ പൊതുജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച ആള്, ഇവരെ ക്ലാസ് റൂമിന്റെ നിറസാന്നിധ്യമായിരുന്ന മുഹമ്മദ് യാമന്തളി അടക്കമുള്ള ആളുകളിലൂടെ ഈ ക്ലിപ്പുകൾ മുഴുവൻ പുറത്തേക്ക് വരിക. മുഷാവറ യോഗം കൂടുതൽ അലിമൂലിയൊരു മുഷാവറ യോഗത്തിൽ പോവുക. മുഷാവറ യോഗം കഴിഞ്ഞു വന്നുകാണ്ട് നേരെ അലിമൂലിയൊരു കാര്യങ്ങൾ മുഴുവൻ ഏലംകുളത്തിനോട് പറഞ്ഞു കൊടുക്കുക. ഏലംകുളം നേരെ ഫോൺ ചെയ്യുക. അത് ഇഷാന് പറഞ്ഞു കൊടുക്കുക, അവിടെ ക്ലിപ്പാക്കി വെക്കുക. ഇപ്പുറത്ത് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ യോഗത്തിന് പോകുക. യോഗത്തിന് പോകുമ്പോൾ ജിഷാൻമായി അവിടുത്തെ യോഗത്തിൽ നടന്ന കാര്യങ്ങൾ മുഴുവൻ ജിഷാൻമായിനോട് പറഞ്ഞു കൊടുക്കുക. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി യോഗത്തിന് പോകുക. അത് മുഴുവൻ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ജിഷാൻമായിനോട് പറഞ്ഞു കൊടുക്കുക. എ പി അബൂബക്കർ വലിയരുടെ കാര്യങ്ങൾ മുഴുവൻ ചോദിക്കുമ്പോൾ ആരാ എ പി ഉസ്താദല്ലേ? ഇഷാനാണ്. ആ പിന്നെ ഉസ്താദെ എന്ത് തിരക്ക് മുത്തേ പറഞ്ഞു കരളെ പറഞ്ഞ എന്നറിട്ട് പിന്നെ എത്ര തിരക്കുള്ള മനുഷ്യൻ, ഇമാതിരി ബിസില്ല മനുഷ്യൻ ഇഷാൻമായി വിളിക്കുമ്പത്തിന് പേനയെ പാലയെന്ന് വിളിച്ച് പിന്നെ അങ്ങനെ ഒഴുകല്ലേ വർത്താനം അല്ലേ. ഇമാതിരി കഥകൾ മുഴുവൻ ഇവരുടെ എല്ലാവിധ സംസാരങ്ങളും പുറത്തു വരിക. ഇവരെല്ലാ പിന്നെ വൈസ് ചാൻസലറും ചാൻസലർമാരും ഡോക്ടർമാരും എല്ലാവരും പറയുന്ന കഥകൾ, ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ മുഴുവൻ പുറത്തു കൊണ്ടുവരിക. ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത്?
ജിഷാൻ മാഹി എന്ന ആളെ പരിചയപ്പെടുത്തുന്നത് ഇവര്. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങള്. ജിഷാൻ മാഹിക്ക് അംഗീകാരം ഉണ്ടാക്കി കൊടുത്തത് ഇവര്. ജിഷാൻ മാഹി നല്ല കുട്ടിയാണെന്ന് പറഞ്ഞത് ഇവര്. ജിഷാൻ മാഹി നല്ല കുട്ടിയായ ജിഷാൻ മാഹിക്ക് ഇനിയും നല്ല കുട്ടികൾ ഉണ്ടാകാൻ കല്യാണത്തിന് നിക്കാഹ് ചെയ്ത് കൊടുത്തോ കൂടി ഇവരെന്ന് ആലോചിച്ച് നോക്കണം നിങ്ങള്. ജൂനിയർ ജിഷാൻ മാഹികൾക്ക് ഉണ്ടാകാൻ അവസരം ചെയ്തു കൊടുത്തോ കൂടി പോലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സംഭവങ്ങൾക്ക് മുഴുവൻ കാർമ്മികത്വം വഹിച്ചതുപോലെ പോലെ ഷാമായിനെ കൊണ്ട് അല്ലേ വളർത്തി വലുതാക്കിയതുപോലെ പെണ്ണിട്ടിച്ചു കൊടുത്തതുപോലെ വളർത്തി ഇത്രയും വലുതാക്കി പെണ്ണിട്ടിച്ചു കൊടുത്തു പറയില്ലേ നമ്മള്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്നത് മുഴുവൻ ചെയ്തു കൊടുത്തു. ഇതൊക്കെ പൊതുജനം കണ്ടു. എന്നിട്ട് അതേ ജിഷാൻ മായിയിലൂടെ ഈ കാര്യങ്ങൾ മുഴുവൻ പുറത്തുകൊണ്ട് വരിക. പുറത്തുകൊണ്ട് വന്നപ്പോ അവർ അന്തപരരഹസ്യങ്ങൾ മുഴുവൻ അവരുള്ളിൽ ഒതുക്കി വെച്ചിരുന്നത് മുഴുവൻ ഖിയാമത്ത് നാളിലെ കാര്യങ്ങളൊക്കെ ഭൂമി തുടർന്ന് പുറത്തു വരുന്ന പറഞ്ഞ മാതിരി, ഭൂമിക്കുള്ളിലുള്ളത് മുഴുവൻ പുറത്തു വരുന്ന പറഞ്ഞ മാതിരി ഇവരെ ഹൃദയത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും, ഇവരെ അന്തപുരങ്ങളിൽ, ഇവരെ അണിയറകളിൽ മണിയറകളിലുള്ള മുഴുവൻ കാര്യങ്ങളും, ഇവരുടെ എല്ലാ വിലാസങ്ങളും, ഇവരുടെ എല്ലാ ദുഷ്പ്രവർത്തനങ്ങളും ദുശ്ചിന്തകളും, ഇവരുടെ എല്ലാ സാമ്പത്തികമായ ഗൂഢാലോചനകളും എല്ലാം പുറത്തും വരിക. ഇതുപോലെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ കളിച്ചാലുണ്ടാകുന്ന ദുരനുഭവം എന്ന് മനസ്സിലാക്കാൻ ഇതിനേക്കാൾ വേറെ കാര്യമാണ്. ഇത് മാത്രം ചിന്തിച്ചു. ഒരു സമൂഹത്തിൽ ഇത്ര വലിയ ഒരു ആഘാതം ഒരു സമൂഹത്തിന് അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അല്ലേ, ഇത്ര വലിയ ഒരു ആഘാതം. എന്തൊക്കെയാണ് ആ വിഷയങ്ങൾ സംസാരിച്ചത്? എന്തൊക്കെ വിഷയങ്ങളായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത്? അവർക്കിടയിലുള്ള വിഭാഗീയ പ്രശ്നങ്ങൾ പൂട്ടിട്ടത് ആലോചിക്കാൻ നിങ്ങൾ. റൂമിന്റെ ഉള്ളിൽ പൂട്ടിയിടുക അല്ലേ. അതേപോലെ തന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന സക്കാഫിമാര് വിളിച്ചു പറയുന്ന വളരെ മോശമായ പല കാര്യങ്ങൾ. അതിന് ലീലാവിലാസം എന്നൊക്കെ ഞാൻ നല്ലതൊക്കെ പറഞ്ഞതാണ്. ലീലാവിലാസം എന്നൊക്കെ ഞാൻ വളരെ സാധാരണഗതിയിൽ എനിക്ക് അറിയാത്തൊരു പദം അതിന് പരമാവധി ഡിക്ഷണറികൾ നോക്കി നന്നാക്കി പറഞ്ഞതാണ്. ഇങ്ങനത്തെ ഒരു പദം ജീവിതത്തിൽ എന്റെ സംസാരത്ര ഇത്രകാലം കേട്ടിട്ട് ഇങ്ങനെ ഒരു പ്രയോഗം ചിലപ്പോൾ ആരും കേട്ടിട്ടുണ്ടാവില്ല. അല്ലേ? ഏറ്റവും നന്നാക്കി പറഞ്ഞാൽ അങ്ങനെ പറയാം. നമ്മളെ ന്യൂസിലാൻഡിൽ നിന്നൊക്കെ കിട്ടിയ വിവരങ്ങളൊക്കെ വെച്ചിട്ടേ, അതേപോലെ തന്നെ നാസർ സക്കാഫി അടക്കം, അതുപോലെ തന്നെ നമ്മുടെ അഷ്റഫ് സക്കാഫി അടക്കമുള്ള ആളുകളൊക്കെ പറഞ്ഞ പ്രഭാഷണങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ ഒരു സെക്കൻഡിൽ എല്ലാ കാര്യങ്ങളും ഇവരുടെ മുഴുവൻ പുറത്തുകൊണ്ട് ചാടുക. ഒന്ന് ആലോചിച്ചോക്കാ നിങ്ങൾ. ഇവരെ അന്ത്യനാൾ, അതായത് ഇവരെ ഭൂമിക്കുള്ളത് മുഴുവൻ പുറത്തു ചാടും എന്ന് പറഞ്ഞതുപോലെ ഇവർ അന്ത്യനാൾ പോലെ ഈ അക്ബർ സൈദി അടക്കം എല്ലാ ആളുകളും, എത്ര ആൾക്കാർ ഒക്കെ ഒരുമിച്ച് അല്ലേ ഇവർ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ. പടച്ച റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനെ ഞങ്ങളൊന്ന് ആലോചിക്കാൻ. എന്താ ഈ സംഭവം? ഇത് മാത്രം പോരെ, ഇത് കണ്ടിട്ട്, ഇതൊക്കെ കണ്ടിട്ട് വളരെ വിഷമത്തോടുകൂടി ഇവരെ സംസ്ഥാന നേതാക്കന്മാരടക്കം ഇപ്പോ ഉള്ളറകളിലേക്ക്, ഏകാന്ത ജീവിതത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അതാ രസം. ഞാൻ ഒന്നും കണ്ടിട്ടില്ല, ഞാൻ ഒന്നും കേട്ടിട്ടില്ല, ഞാൻ ഒന്നും കാണുന്നില്ല, ഞാനൊന്നും കേൾക്കുന്നില്ല, എനിക്ക് കാണണ്ട, എനിക്ക് കേൾക്കണ്ട, ഞാൻ ഏകാന്ത ജീവിതത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് ഏകാന്തവാസം നയിക്കാൻ പോകുന്ന ആളുകൾ. ഇൻഷാ അല്ലാഹ് അതൊക്കെ ബന്ധപ്പെട്ട ക്ലിപ്പുകൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് റൂമിലൂടെ കേൾക്കാൻ പോവുകയാണ്. ഇത്രകാലം പ്രവർത്തിച്ചതിനൊക്കെ തൗബ ചെയ്തു എന്ന് പറയുന്ന ക്ലിപ്പുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് കേൾക്കാൻ പോവുകയാണ്. ഇനി പ്രവർത്തിക്കാതിരുന്നത് കൊണ്ട് അല്ലാഹുവിന്റെ പക്കൽ നിന്ന് കൂലി കിട്ടും ആ സംഘടനയിൽ പ്രവർത്തിക്കാതിരുന്നാൽ എന്ന് സംസ്ഥാന നേതാക്കന്മാർ തുറന്നു പറയുന്ന അനുഭവം നമുക്ക് കേൾക്കാൻ പോകേണ്ടതുണ്ട്. ഇത് പഴയ ക്ലിപ്പല്ല, ഏറ്റവും ലേറ്റസ്റ്റ് ഫ്രഷ്, നിങ്ങളുടെ തന്നെ ക്ലിപ്പിന്റെ സംഭാവനയായി നിങ്ങൾ കേരളക്കരക്ക് പരിചയപ്പെടുത്തിയ ജിഷാൻ മായിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ക്ലിപ്പ് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കേൾക്കാൻ പോവുകയാണ്. അല്ലെ, ടുഡേസ് ക്ലിപ്പ്, ടുഡേസ് സ്പെഷ്യൽ എന്നൊക്കെ പറയുന്ന മാതിരി ജിഷാൻ മായിയുടെ ലേറ്റസ്റ്റ് ക്ലിപ്പ്, മണിക്കൂറുകളുള്ള ക്ലിപ്പൊക്കെ കേൾക്കാൻ പോവുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പോ ഇവരുടെ എന്തുകൊണ്ടാണ് ഇവര് ഈ രൂപത്തിൽ ഇവർക്ക് ഇങ്ങനെ ഇവരുടെ അണിയറ രഹസ്യങ്ങളൊക്കെ പുറത്ത് ഉള്ളിൽ നടക്കുന്ന ചർച്ചകളൊക്കെ പൊതുജനത്തിന് കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ. ഇന്ന് ഇപ്പൊ എന്നോട് കുറച്ചു നേരത്തെ മുമ്പ് ഒരാൾ സംസാരിച്ചു. ബഹുമാനപ്പെട്ട കാപ്പിൽ ഉമർ മുസ്ലിയാരുടെ ഒരു ശിഷ്യൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഒരാൾ നിന്നോട് പറഞ്ഞു. മഹാനവറുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ യോഗത്തിന് പോയി വരുമ്പോ ശിഷ്യന്മാരാരെങ്കിലും ഇന്ന് എന്തൊക്കെ ഉണ്ടായിരുന്നു യോഗത്തിൽ എന്തൊക്കെയായിരുന്നു വിഷയങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ഉസ്താദ് ഇങ്ങനെ ചുണ്ടുകൂട്ടി പിടിക്കുന്നു. യോഗത്തിലെ കാര്യങ്ങൾ പൊതുജനങ്ങളോട് പറയേണ്ടതല്ല, അവിടെ നടക്കുന്ന ചർച്ചകൾ അത് പറയേണ്ട രൂപത്തിലാണ് അവതരിപ്പിക്കുക. ചർച്ചകളല്ല പറയാം, തീരുമാനങ്ങളാണ് പൊതുജനങ്ങളെ അറിയിക്കുക. ഇവർ ചർച്ചകളാണ് പുറത്തു വരുന്നത് അല്ലേ.
ഇവർ മുഷാവറ യോഗം, ആ യോഗത്തിലെ ചോദ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ആ അത് കിട്ടിയോ മീർ സാഹിബ്? അതാരൊക്കെ ക്ലാരിറ്റി ഉള്ളത്? ആ ക്യാമുണ്ട്. ക്ലാരിറ്റി ഉള്ളത് ആരെ കയ്യിലാണ്? അതിൽ കാന്തപുരത്തിന്റെ മുഖം മാത്രം നോക്കിയാൽ മതി നിങ്ങള്. ആ മുഷാവറയുടെ ആ ക്ലിപ്പ് അത് മുഴുവൻ പുറത്തു വിടാൻ തയ്യാറുണ്ടോ? ആ ക്ലിപ്പ് ഒഴിവാക്കിയിട്ട് ആ ഭാഗം അതിന്റെ അപ്പുറത്തും അപ്പുറത്തും ഉണ്ടെങ്കിൽ കാണാം കാന്തപുരത്തിന് കിട്ടുന്നത്. അതിന്റെ കുറച്ച് മുമ്പുണ്ടെങ്കിൽ കാണാം അല്ലേ? കാന്തപുരത്തെ കൊണ്ട് എങ്ങനെയാണ് അവർ പറയിപ്പിക്കുന്നു എന്ന ഭാഗം അതിൽ തന്നെ ഉണ്ടാവും. അത് മുഴുവൻ വിടാൻ വേണ്ടി തയ്യാറുണ്ടോ? ഈ ചോദ്യകർത്താവ് ചോദ്യം ചോദിക്കുന്നതുമായി മുമ്പ് അവര് ഒരു ഫാത്തിയൊക്കെ വിളിച്ചിട്ടാവുമല്ലോ തുടങ്ങിയിട്ടുണ്ടാവുക. അങ്ങനെ ഉണ്ടാവുമോ? ഖുർആന് ഓതാൻ പറ്റാത്ത സാഹചര്യമുള്ള ആളുകൾ ഉണ്ടാവുമോ എന്നറിയില്ല. എന്തായാലും അങ്ങനെ ഇല്ലെങ്കിൽ അതൊക്കെ വിളിച്ചിട്ടായിരിക്കും സാധാരണഗതി. ഇനിയിപ്പോ ദിനം അങ്ങനെ ഉണ്ടായിക്കണമല്ലോ എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അത് മുതൽ, അല്ലെങ്കിൽ ഒരു തുടങ്ങിയ സ്വാഗതം മുതൽ ഒന്നിട്ടാണ് നിങ്ങള് എന്നിട്ട് കാന്തപുരത്തെ ഇരുത്തിക്കൊണ്ട് കാന്തപുരത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ എതിരെ പറയാം. അദ്ദേഹത്തിന് ചില വാക്കുകൾ അങ്ങനെ ഉണ്ടായി. ഏതാണ് ആ വാക്ക്? ഏതാ? കാന്തപുരത്തെയാണ് നബി സല്ലല്ലാഹു ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ, ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ദീന് പറയാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്നൊരു പൊള്ളല്ലാതെ വേറെ എന്താ അയാൾ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്ലേ? എന്നൊരു പൊള്ളല്ലാതെ എന്താണ് ഹാഫിള് പറഞ്ഞിട്ടുള്ളത്? ആ കളവ് പറഞ്ഞതിന് ഹാഫിൾ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ കഥ അല്ലേ? ആ പ്രസംഗത്തിന്റെ അനുഭവമാണെന്ന് അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലോചിക്കാണ് ഈ ഹാഫിളിന് തിരിച്ചു കിട്ടി. ഇയാൾ ശരീഅത്ത് വിരുദ്ധനാണ്. ഇയാൾ ശരീഅത്ത് വിരുദ്ധനാണ്. ഹാഫിളിനെ തിരിച്ചങ്ങട്ട് പരസ്യമായി ഹാഫിൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ആ ബഹുമാനപ്പെട്ട ശംസുല്ലുലമക്കെതിരെയും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലുമയുടെ ഉസ്താദുമാർക്കെതിരെയും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലുമക്കെതിരെയും ഒക്കെ ഹാഫിൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്ന ആ വാദഗതിക്കെതിരായി അല്ലേ അള്ളാഹു ഹാഫിളിന് നമുക്ക് മുമ്പിൽ കൊടുത്ത ശിക്ഷയാണത്. പറയാതിരിക്കാൻ നിവൃത്തില്ല. ഇയാൾ ശരീഅത്തിന് വിരുദ്ധമായ ആശയം അദ്ദേഹത്തിനുണ്ടായി. ശരീഅത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചു. ദീനിന് നിരക്കാത്ത കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചു. നിരക്കാത്ത കാര്യം സംസാരിച്ചെന്താ? കാന്തപുരത്തിനെ ദീന് പറയാൻ ഏൽപ്പിച്ചിരിക്കുന്നു. കാന്തപുരത്തെയാണ് ദീന് പറയാൻ ഏൽപ്പിച്ചിരിക്കുന്നത് അല്ലേ എന്ന് ഹാഫിൾ ഇടക്കിടക്ക് പറഞ്ഞിരുന്നു. ആ പറഞ്ഞ വാക്ക്, ആ പറഞ്ഞതിന്റെ തിക്തഫലം ഇന്ന് മൂപ്പരും അനുഭവിച്ചുകൊണ്ടിരിക്കുക അല്ലേ? ഹാഫിദിനെ പേരോട് തള്ളിപ്പറഞ്ഞു, പൊന്മള തള്ളിപ്പറഞ്ഞു, കാന്തപുരത്തെ കൊണ്ട് ഹാഫിദിനെ തള്ളിപ്പറയിപ്പിച്ചു. അപ്പോഴോ ഇനി ഹാഫിദ് പറഞ്ഞ ശരീഅത്ത് വിരുദ്ധമായ കാര്യം എന്തൊക്കെ? കാന്തപുരം ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന വാദം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഹാഫിദ് പറയാലോ എനിക്ക് ഇന്ന വാദം ഉണ്ടെങ്കിൽ ഉണ്ട്. അല്ലെങ്കിൽ ഹാഫിദിന് വേണ്ടി സംസാരിക്കുന്ന നൗഷാദ് ഹസനി പുറത്തു വിടുവല്ലോ എനിക്ക് ഇന്ന വാദം ഉണ്ട്. അതിന് വരട്ടെ, അതിങ്ങോട്ട് വരട്ടെ. അപ്പൊ ഹാഫിദ് വിശദീകരിക്കുമല്ലോ എന്താണ് വാദം, ദീനിന് നിരക്കാത്ത വാദം എന്താണ്, ശരീഅത്തിന് നിരക്കാത്ത വാദം എന്താണ്. ചില വാക്കുകൾ എന്നാണ്. എന്താണ് ആ വാക്ക്? അള്ളാഹു മൂപ്പരെ കൊണ്ട് അങ്ങനെ തന്നെ പറയിപ്പിച്ചല്ലോ. ചില പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞുകൂടെ മൂപ്പരെ കുറിച്ച് പറഞ്ഞതാണെന്ന് നമ്മൾ വിശ്വസിക്കൂലായിരുന്നില്ലേ? ചില വാക്കുകൾ ആ പ്രയോഗം അല്ലേ? ആ പ്രയോഗം ചില വാക്കുകൾ എന്നാണ്. അല്ലേ? അത് നോക്കാൻ നിങ്ങൾ അദ്ദേഹത്തിന് ശരീഅത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങളുണ്ട് എന്നല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളാ. ഇതൊക്കെ ഇതിന്റെയൊക്കെ ഒരു യോജിപ്പത്തിന് എന്താ? ഇന്ന് ഏറ്റവും വലിയ തമാശ, ഏറ്റവും വലിയ രസകരമായ ഒരു സംഭവം, ഇവരുടെ ഒരു സംസ്ഥാന നേതാവുമായി ബന്ധപ്പെട്ടു. ഇവർ പുറത്താക്കാത്ത നേതാവുമായിട്ട് ജില്ലാ കമ്മിറ്റികളിൽ ഇന്നും നിലനിൽക്കുന്ന ആളുകളുമായി ഞങ്ങൾ ബന്ധപ്പെട്ടു. അവർ പറയാം ഹാഫിദിന് കുഴപ്പമില്ല, ഹാഫിദ് ശരീഅത്തിന് വിരുദ്ധമായി ഒരു പ്രവർത്തനമല്ല അദ്ദേഹത്തിന്, ഒരു കാര്യം അയാൾക്ക് ഹാഫിദിന് വിരുദ്ധമല്ല, ഉസ്താദ് വേണ്ടാന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകില്ല, അത്രമാത്രമേ ഉള്ളൂ. പക്ഷെ സംഭവം മൂപ്പരെ കുറ്റം പറയാനൊന്നുമില്ല അല്ലേ? മൂപ്പരെ കുറ്റം പറയാൻ വേണ്ടി ഒന്നും ഞങ്ങളെ കയ്യിലില്ല. ഏതായാലും ഇവര് പുറത്തുവിട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അപ്പിടാൻ മുട്ടിയിട്ടുള്ള മുഖഭാവത്തോടു കൂടി പറയുന്ന ആ ക്ലിപ്പ് ആരെ കയ്യിലപ്പുള്ളത്? സാഹിബിന്റെ കയ്യിലുണ്ടോ? സാഹിബ് സ്കരിച്ചാൻ പോയോ? അത് നല്ല നിലക്ക് ഡൗൺലോഡ് ചെയ്താൽ അത് കൃത്യം ആളുകളെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ആൾക്കത് ബോധ്യപ്പെടും. ഞാൻ അങ്ങനെ നോക്കി, ഞാനത് അതിന്റെ പരമാവധി ക്ലാരിറ്റിയിൽ ഡൗൺലോഡ് ചെയ്തു എന്റെ മൊബൈലിലേക്ക്. പക്ഷെ കാണിച്ചു തരാനുള്ളൊരു സംവിധാനം എന്റെ കയ്യിലില്ല. അത് കാണിച്ചു തരാൻ നല്ല യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ വളരെ ക്ലാരിറ്റിയിൽ കിട്ടും. എവിടെയാ മീർ സാഹിബ്? കിട്ടിയോ?
ഒരു മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്താ ഡൗൺലോഡ് ആണല്ലേ? ഡൗൺലോഡ് ആയില്ലേ? അമീർ സാഹിബ് എവിടെ? തങ്ങളയിലുണ്ടോ? ലിങ്ക് ഞാൻ തന്നെ ആയിരുന്നു. ഞാൻ തന്നെ ആരാണ്. ആരെങ്കിലും ഒന്ന് ഡൗൺലോഡ് ചെയ്യും. അടിപൊളിയായിട്ട് HD ക്ലാരിറ്റിയിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളെ ക്ലാസ് റൂമിലൂടെ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കണം. ആ അവസ്ഥ അല്ലേ? ലിങ്ക് ലിങ്കൻ അവിടെ ഷായിന്റെ സമയമാണ്. നിലവിളക്ക് ഇസ്ലാമിക സംസ്കാരമല്ല എന്ന് പോലും പറഞ്ഞു അല്ലേ? കോഴിക്കോട് നിലവിളക്ക് ഇസ്ലാമിക സംസ്കാരമില്ലെന്നും ബഹുമാനാദരവോട് ആചാരം എന്ന നിലക്ക് നിലവിളക്ക് തെളിയിക്കുന്നത് അനുവദനീയമല്ലെന്നും സമസ്ത കേരള ജമിയത്തുലമ മുശാവറ തീരുമാനിച്ചു. എന്നിട്ട് ഇതിനെതിരെ ഓല ക്ലാസ് റൂമിൽ എന്തൊക്കെ കോലാഹലങ്ങളാണ് ഉണ്ടാക്കിയത്. മുസ്തഫ ഫൈസർ ആൾക്കാരായി മുസ്തഫ ഫൈസറെ പിന്നെ ഫേസ്ബുക്കിൽ ഇങ്ങനെ എന്തൊക്കെ ഇട്ടിരുന്നത്. 2 ദിവസം കഴിഞ്ഞേക്ക് സമസ്ത കേരള ജമിയത്തുലമ പറഞ്ഞത് തന്നെയാണ് ശരി. 2 ദിവസത്തെ പിന്നെ അല്ലേ 2 ദിവസത്തെ ആയുസ്സുകളുള്ള ഒരു കഥ ഏറ്റവും വലിയ രസം. ആരാ കയ്യിലെ ഫാസ്റ്റ് ആയിട്ടുള്ളത്? ആർക്കത് കാണിക്കാൻ കഴിയുന്ന ആൾക്കാരാരാ? ഈ മറ്റേ വീഡിയോ ഒക്കെ കാണിക്കാൻ കഴിയുന്ന ആളാരാ? ഹലോ, തോട്ടക്കാട് പോയോ? അവിടെ നിസ്കാരത്തിന് സമയം? അതാണല്ലേ. അവിടെ ഫസൽ റൈസാൻ്റെ ഇതാണ്. അപ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് കാണാൻ മാത്രം ഉണ്ടത്. ആ സംഭവം ഒന്ന് കണ്ടിട്ട് നമുക്കതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കണ്ടുകൊണ്ട് സംസാരിക്കാണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, കണ്ടുകൊണ്ട് സംസാരിക്കാണ്ട്. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഞാൻ ഒരു തരീക്കത്തിനെയും അംഗീകരിക്കുകയില്ല. ഇവര് ഇത് പറയുന്ന ഭാഗമുണ്ട്, അത് കേട്ടില്ല? അതിൽ പറയുന്ന ഭാഗം കേട്ടെങ്കിൽ ഞങ്ങളൊക്കെ തെരീക്കത്തേരാണ്. പൊന്മള അബ്ദുൽ ഖാദർ മൗലിയാർ പറയുന്നത് ഞാൻ ഒരു തെരീക്കത്തിനെ അംഗീകരിക്കൂല, ഇപ്പൊ ഉള്ള തെരീക്കത്തിനെ അംഗീകരിക്കൂല, കഴിഞ്ഞ തെരീക്കത്തിനെ അംഗീകരിക്കൂല. പൊന്മള പറയുന്ന ഭാഗം നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട്. അതാണ് ഏറ്റവും വലിയ തമാശ. എന്നിട്ട് പൊന്മൾ അത് പറഞ്ഞിട്ട് അതേ പൊന്മളിനെ എത്തിക്കൊണ്ടാണ് മൂപ്പര് പറയുന്നത് ഞങ്ങളൊക്കെ തെരീക്കത്തേരാണ്. തങ്ങളുടെ തെരീക്കത്തിന് ഞാൻ തരുന്നില്ല. തങ്ങളുടെ തെരീക്കത്ത് അയക്കാൻ തെരീക്കത്താണെങ്കിൽ ഞാൻ തരുന്നില്ല. ഈ തെരീക്കത്തിൽ നിങ്ങള് തങ്ങളെ തെരീക്കത്തെ അവിടെ പോലെ അവിടെ ഇരിക്കണ തങ്ങൾ ആരാണ്? അത് ഉള്ള തങ്ങളാണ് ആരാന്നാവും. ആ തങ്ങൾ പിന്നെ ഹക്കായ തെരീക്കത്താണെങ്കിൽ ഞാൻ ചേരൂല. മൂപ്പര് പറയാം ഹക്കായ തെരീക്കത്താണെങ്കിൽ ഞാൻ ചേരൂല. എന്നിട്ട് മൂപ്പരെത്തിയിട്ട് പറയാം ഞങ്ങളൊക്കെ തെരീക്കത്തേരാണ്. ഒരു മനുഷ്യൻ നുണ പറയുന്ന ഏറ്റവും വലിയ തെളിവല്ലത് അല്ലേ? ഈ പൊന്നിപ്പോ തെരീക്കത്തിൽ ഞാൻ എന്റെ ജീവൻ പോയാലും തെരീക്കത്തുകാരുമായി ചേരൂല എന്ന് പറയുന്ന പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ആ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞിട്ട് ദിവസങ്ങളായില്ല. അദ്ദേഹത്തിന്റെ ഓഡിയോ ആണ് നിങ്ങൾ കേട്ടത്. കേട്ടോ? അത് കേട്ടില്ലേ? ഹലോ, കേട്ടില്ല? ഈ ഓഡിയോ കേട്ടില്ലേ ഞാൻ പറഞ്ഞത്? ഒന്നുകൂടി കേൾപ്പിച്ചോ. കേട്ടു.
വിശ്വാസനായ ആഗ്രഹിക്കുന്നു പിന്നെ അമ്മയുണ്ട് തങ്ങളുടെ തെരീക്കത്തിന് ഞാൻ തോന്നുന്നില്ല. തങ്ങളുടെ തെരീക്കത്ത് അക്കാ തെരീക്കത്താണെങ്കിൽ ഞാൻ തോന്നുന്നുണ്ട്. ഈ തെരീക്കത്ത് ചെലവാക്കാനായി തോന്നുന്ന പോലീസുണ്ടാവില്ലേ? കേൾക്കണില്ലേ? കേട്ടോ? ആ ഓക്കെ. ഹക്കായ തെരീക്കത്താണെങ്കിൽ ഞാൻ ചേരൂല എന്ന് പറഞ്ഞ ഈ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരെ ഇരുത്തിയും കൊണ്ടാണ് പേരോട് പിന്നെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറയുന്നത് ഞങ്ങളൊക്കെ തെരീക്കത്തേരാണ്. എന്ത് തെരീക്കത്താണ് ഒരു തലമ്മ തെരികക്കാരൻ തലീക്കെട്ടിനും അതിലൊരു തലമ വെച്ച തെരികനെ കുറിച്ചിട്ടേ കാരാ പറയണത് അല്ലേ? ഞങ്ങളൊക്കെ തെരിക വെച്ച ആൾക്കാരാണ്, തലീക്കെട്ട് കിട്ടിയ ആൾക്കാരെല്ലാം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്താ ഈ പറയണത്? ഈ മനുഷ്യന്മാരെ ഹക്കായ ഒരു തെരീക്കത്താണെങ്കിൽ തന്നെ ഞാൻ കൂടുതല. തെരീക്കത്തൊക്കെ കള്ളാണ്. ഇനിയിപ്പോ ഹക്കായ ഒരു തെരീക്കത്തുണ്ട് നാട്ട് വരികയാണെങ്കിൽ തെരീക്കത്തിന്റെ ഒരു ഒറിജിനൽ തെരീക്കത്തില്ല, തെരീക്കത്ത് തന്നെ ഇന്നില്ല എന്ന് പറയുന്ന പിന്നെ ഭാഗങ്ങൾ വരെ നമ്മളെ കയ്യിൽ ക്ലിപ്പുണ്ട്. ഇന്ന് ലോകത്ത് തെരീക്കത്തന്നല്ല അത് പറയുന്നത്. ഇസ്ലാമായാൽ മതി ഒരാള് എന്ന് ഇവരുടെ വളരെ സമുന്നതനായ നേതാവ് പറയുന്ന ഒരു ഭാഗം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാൻ കേൾപ്പിച്ചുതരാം. എന്റെ കയ്യിലുണ്ട്. അതൊക്കെ ആവശ്യാനുസരണം ഇൻഷാ അല്ലാഹ് നമ്മൾ ആ ക്ലിപ്പ് പുറത്തുവിടാൻ പോവുകയാണ്. അപ്പോ അത് പറഞ്ഞ ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. അതിനൊക്കെ ശേഷം ഇപ്പൊ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയാം ഇന്നുള്ള തെരീക്കത്തുകളൊക്കെ കള്ളത്തരമാണ്. ഇനി അങ്ങനെ ഹക്കായ ഒന്നുണ്ട് എന്നൊരാൾ വാദിച്ചു വരികയാണ്, തങ്ങൾ പറയട്ടെ തങ്ങളുടെ കയ്യിൽ ഒറിജിനൽ ഹക്കായ തെരീക്കത്ത് ഉണ്ട് എന്നാണ് തെളിയ, എന്നാൽ തന്നെ ഞാൻ അതുമായി ചേരൂല. വളരെ തുറന്നു പറയല്ലേ സത്യം? ഹലോ ഞാൻ ചെറിയ തിരക്കാണ്, കുറച്ചുണ്ട്. ഞാൻ ചെറിയ തിരക്കാണ്, കുറച്ചുകൊണ്ട് വിളിക്കാം. ഹലോ. അപ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പൊ വളരെ പരസ്യമായി ഇത് പറയാം. അപ്പൊ ഈ ഒരു യോഗത്തിൽ വെച്ച് ഒരു പരസ്യമായി മുഷാവറയിൽ വെച്ചിട്ട് ഇങ്ങനെ നുണ പറയേണ്ട ഒരു ആവശ്യം എന്താണ്? അപ്പൊ ഇവര് നുണ ഞങ്ങളൊക്കെ തെരീക്കത്തുകാരാണെന്ന് പറഞ്ഞത് നുണയാണ്. ഞങ്ങളൊക്കെ തെരീക്കത്തുകാരാണ് എന്ന് പറയുന്നത് മഹാന്മാരുടെ തെരീക്കത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കളവ് പറയുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പൊളിക്കും. അവിടെ വെച്ച് തന്നെ അത് പൊളിക്കുകയാണ്. അത് ഇങ്ങനൊരു ദുര്യോഗം ഒരു മനുഷ്യന്മാർക്ക് ഉണ്ടാവും എന്ന് ആലോചിച്ചോക്കാം നിങ്ങൾ. ഇങ്ങനൊരു ദുര്യോഗം ഒരു മനുഷ്യന്മാർക്കുണ്ടാവുമോ? ഞങ്ങൾ തെരീക്കത്തുകാരാണ് മുഴുവൻ, ഞങ്ങളൊക്കെ തെരീക്കത്തുകാരാണ്. ഞങ്ങൾ ഒരാൾ ജിസ്തിയാണ്, മറ്റയാൾ കാദിരിയാണ്, മറ്റയാൾ നക്ഷബന്ദിയാണ്. ആ ഓല എല്ലാ തെരീക്കത്തും ആരെ കൂടെയാണ്? ബല കൂടെയാണ്. തെരീക്കത്തിന്റെ മശായിഖന്മാരെ ഇരുത്തം കണ്ടില്ല? പൊന്മളൊരു തെരീക്കത്തുകാരൻ റസൂലുള്ളാന്റെ മൗജിദത്ത് മുറിഞ്ഞു. അള്ളാന്റെ ഔലിയാക്കൾ എന്ന ലോകത്തില്ലാന്ന് വിശ്വസിക്കുന്ന മനുഷ്യനാണ് അയാള്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ ലോകത്തില്ല. ഒരു വലിയനും കറാമത്തുണ്ടാവില്ല. റസൂലുള്ളാന്റെ മൗജിദത്ത് മുറിഞ്ഞാൽ പിന്നെ എവിടുന്ന കറാമത്തുണ്ടാവുക? റസൂലുള്ളാന്റെ മൗജിദത്തിന്റെ ഭാഗമാണ് എല്ലാ ഔലിയാക്കളെയും കറാമത്ത്. അത് വിശ്വസിക്കുന്ന മനുഷ്യൻ പറയാണ് റസൂലുള്ളാഹിന്റെ മൗജിദത്തില്ല എന്ന് വിശ്വസിക്കുക. മരണവും റസൂലുള്ളാന്റെ മരണവും ജീവിതവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് വാദിക്കാം. മരണത്തിന് മുമ്പ്, മരണത്തിന് ശേഷം. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാറും പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ആത്മീയവും ശാരീരികവുമായ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞു. അല്ലേ? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുമായി ബന്ധപ്പെട്ട് മുഅ്ജിസത്ത് വഫാത്തിന് മുമ്പ്, വഫാത്തിന് ശേഷം. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന് മുമ്പും ശേഷവും രണ്ടഭിപ്രായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന് മുമ്പ് ശേഷം, ഔലിയാക്കളുടെ ജീവിതകാലത്ത് മരണശേഷം. ഈ വാദം ആരെ മുമ്പിലാണ്? അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും കാലത്ത് അവരുടെ വഫാത്തിന് മുമ്പ്, വഫാത്തിന് ശേഷം അവരുടെ പ്രത്യേകതകൾ വ്യാഖ്യാനിക്കപ്പെടുന്നത് ആരവാദാണ്? ഞങ്ങൾ നിങ്ങളൊരു പേരിട്ട് വിളിച്ചു നിങ്ങൾ പറയണ്ട, സ്വന്തം നിങ്ങൾ ആ പേരണ്ട് ഇട്ടാ മതി. ഞങ്ങൾ ഇട്ടു എന്ന് പറയണ്ട. ഞങ്ങൾ നിങ്ങളെ വിളിച്ചോ എന്ന് പറഞ്ഞ് നോലൊളിക്കണ്ട. നിങ്ങൾ ആ സ്വന്തം പേര് സ്വയം ആ കുപ്പായം നിങ്ങളാണ് ധരിച്ചാൽ മതി. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പറയും ഈ വാദം നമ്മൾ കേൾക്കുന്നത് ഏത് ക്ലാസ് റൂമിന്നാ? ഈ വാദങ്ങൾ നമ്മൾ കേൾക്കുന്നത്, ഈ വാദങ്ങൾ നമ്മൾ വായിക്കുന്നത് ആരുടെ ബുക്കുകളില്ല? ഈ വാദങ്ങൾ നമ്മൾ കേൾക്കുന്നത് ആരുടെ പ്രസംഗങ്ങളിൽ നിന്നായിരുന്നു? കഴിഞ്ഞ കാലഘട്ടം വരെ പൊന്മളയും പേരോടും ഈ രംഗപ്രവേശം ചെയ്യുന്നത് വരെ ഈ വാദങ്ങൾ, അല്ലെങ്കിൽ ഈ വ്യാജമൊടിയുടെ രംഗപ്രവേശങ്ങൾക്ക് മുമ്പ് ഈ വാദങ്ങൾ കേട്ടിരുന്നത് ഇവിടുത്തെ മുജാഹിദിന്റെ വേദിയിൽ നിന്നാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ വേദിയിൽ നിന്നാണ്, തബ്ലീഗുകാരന്റെ വേദിയിൽ നിന്നാണ്, ഇവിടുത്തെ കാദിയാനികളുടെ വേദിയിൽ നിന്നാണ്, ഇവിടുത്തെ ചേകനൂരിന്റെ വേദിയിൽ നിന്നാണ്. ഈ വാദങ്ങളാണ് പൊന്മളയുടെയും പേരോടിന്റെയും നാവുകളിലൂടെ, അവരുടെ വായകളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് നമ്മൾ പറയുന്നതാണോ? നമ്മൾ പറയണോ? ഈ ചർച്ച നടത്തുന്നത് തന്നെ ആരാ? ഇബ്നു തൈമിയയും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പോലെയുള്ള ആളുകളാണ് ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്.
അതിന്റെ ആളുകളായി ഇന്ന് ഇവിടെ രംഗത്ത് നിൽക്കുന്നത്, അവർക്ക് കുഴലൂത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് വരാം. ഈ ചർച്ച പൊതുജന മധ്യത്തിൽ ഇവർ ചർച്ച ചെയ്യാം. റസൂലുള്ളാഹിന്റെ വഫാത്തിന് മുമ്പ്, വഫാത്തിന് ശേഷം, അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിത പിന്നെ വഫാത്തിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തുണ്ട്? മേലുണ്ട്, ഇടക്കിടക്കുണ്ട്. ശാരീരികമായ പ്രത്യേകതല്ല, ആത്മീയമായ ഒരു പ്രത്യേകതയും നിലനിൽക്കുന്നില്ല. പേരടത്തൽ അഹ്മദ് സഖാഫിയും പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരും, ഈ രണ്ട് മൗലവിമാർ ആണ് ഇവരുടെ ജോയിന്റ് സെക്രട്ടറി മുഷാവറുടെ. ഇവരാണ് ഇവരുടെ ബഹുജന യുവജന സംഘടനയുടെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും. ഇവരുടെ ബഹുജന യുവജന സംഘടനയുടെ പ്രസിഡന്റും ജോയിന്റ് സെക്രട്ടറി ഇവരാ. അതുമായി ബന്ധപ്പെട്ട് പുതിയ പല ക്ലിപ്പുകളും ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് റൂമുകളിലൂടെ പുറത്തു വരാൻ പോവുക. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതൊക്കെ എന്തിന്റെ പേരിലാണ് ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ക്ലിപ്പായാൽ ഉടൻ ഇൻഷാ അല്ലാഹ് അവിടെ ക്ലിപ്പ് ഇടാൻ ഉദ്ദേശിച്ച ആളുകളൊക്കെ നിസ്കാരത്തിന്റെ സമയമായതുകൊണ്ട് അതിന് പോയതാ. സൗദിയിൽ നിസ്കാരത്തിന്റെ സമയമായതുകൊണ്ട് അവര് വന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ ഫസൽ ഫസു ആരെങ്കിലും ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ആ ക്ലിപ്പ് ഉടനിടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം.